ധാർമ്മികത യുക്തിചിന്തയുടെ വീക്ഷണം എന്നതാണ് ഇന്നത്തെ വിഷയം. നേരത്തെ ശിവദാസ് മാഷും രാമൻ സാറൊക്കെ പറഞ്ഞ പോലെ ഇതൊരു വിദ്യാഭ്യാസ പരിപാടി പോലെയാണ്. നമ്മൾ പുതിയ കാര്യങ്ങൾ പറയുക, അറിയാനും അറിയിക്കാനുമുള്ള ഒരു ശ്രമം എന്ന നിലയ്ക്ക് ഇതിനെ കാണണം. വാസ്തവത്തിൽ ഇതൊരു ശാസ്ത്ര ക്ലാസ് എന്ന നിലയിൽ കാണാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. വലിയൊരളവോളം പുതിയ കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ പറച്ചൽ ഇത്തിരി ജടിലമാവാം. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കുറച്ച് സാമാന്യത്തിലധികം ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ ഒരുപക്ഷെ ത്രെഡ് വിട്ടുപോകാനും വഴിയുണ്ട്. ധാർമ്മികതയെക്കുറിച്ച് കഴിഞ്ഞ വർഷം യുക്തിയുഗം ഒരു ലക്കം ഇറക്കിയിട്ടുണ്ട്. ധാർമ്മികതയെക്കുറിച്ചുള്ള ശാസ്ത്രത്തിൻ്റെ യുക്തിചിന്തയുടെ കാഴ്ചപ്പാട് വളരെ വിശദമായി ഈ മാസിക ചർച്ച ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കോപ്പി നിങ്ങൾക്ക് അവിടെ ലഭ്യവുമാണ്. അവിടെ നിന്നും ഒരിത്തിരി കൂടി ഓരോ സമയവും നമ്മൾ ഇത്തിരി കൂടി മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ്. അതിൽ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോകാനാണ് ഇവിടെ ശ്രമിക്കുന്നത്. ജബ്ബാർ മാഷ് പറഞ്ഞതുപോലെ നവംബർ 2 കേരളം ഉണ്ടാകുമോ എന്നറിയില്ല, ലോകം തന്നെ അവശേഷിക്കുമോ എന്നും അറിയില്ല. അതാണ് സകല സാമൂഹ്യ സൈനിക ഭരണ സംവിധാനങ്ങളും അലർട്ടായി കഴിഞ്ഞു. നാഷണൽ ലെവലിൽ അടച്ചോ. കൊച്ചിയിലെ ചുംബന സുനാമിയിൽ എന്തൊക്കെ സംഭവിക്കും എന്നറിയാൻ കണ്ടിൽ ആസിഡ് ഒഴിച്ച് മലയാളി സമൂഹം കാത്തിരിക്കുന്നതിനിടയ്ക്ക് നമ്മൾ മലപ്പുറത്തൊരു ധാർമ്മിക സംവാദം നടത്തുന്നതൊന്നും ആരും ശ്രദ്ധിക്കാനിടയില്ല എന്ന ആശങ്കയോടുകൂടിയാണ് ജബ്ബാർ മാഷ് അന്ന് ഈ പരിപാടിക്ക് വരുന്നത്. പക്ഷേ ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. ഇതൊരു ധാർമ്മിക ചോദ്യമല്ലേ ഈ നടക്കുന്നത്? ഇന്നത്തെ കേരളം നമ്മൾ ഇന്ന് നേരിടുന്നത് വാസ്തവത്തിൽ ഈ ചുംബന സുനാമി എന്ന മാഷ് പറഞ്ഞ ഈ ഒരു വിഷയം അത് ഉയർത്തിയിരിക്കുന്നത് ഇതൊരു ധാർമ്മിക പ്രശ്നമല്ലേ? ഇതൊരു ധാർമ്മികതയുടെ പ്രശ്നം തന്നെയാണ്. ഇതിൽ മലയാളി സമൂഹത്തിൻ്റെ ധാർമ്മികതയോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. യുക്തിചിന്തയുടെ ധാർമ്മികതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ആദ്യ ഭാഗങ്ങൾക്ക് ശേഷം ഇതിനെ കൂടി ഒന്ന് സന്ദർശിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു സിദ്ധാന്തം എന്നുള്ളത് കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ പെൺകുട്ടികളെ വഴിതെറ്റിക്കുന്ന ഇത്തരം തെമ്മാടിത്തത്തിനെതിരെ പ്രതികരിച്ച യുവമോർച്ച കവിവാദ്യങ്ങൾ എന്നാണ് കേരളത്തിൻ്റെ ധാർമ്മിക ബോധം ഉയർത്തുന്ന ഒരു കമൻറ്റ്. ചാനലുകളിൽ ധാർമ്മിക രോഷത്താൽ തിളക്കുന്ന വ്യക്തികൾ ഈ യൂറോപ്യൻ സംസ്കാരത്തിൻ്റെ കടന്നുകയറ്റത്തിനെതിരെയും നമ്മുടെ സംസ്കാരം, നമ്മുടെ ധാർമ്മികതയൊക്കെ തകർന്നതിനെതിരെയും വലിയ സുനാമി ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നതിൽ, ഇതേ ദിവസം ചർച്ച ചെയ്യുന്നതിൽ ഒരു പ്രസക്തിയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. യുക്തിയുഗത്തിൻ്റെ ഈ ലക്കത്തിൻ്റെ ഇന്നർ കവറിൽ ഡോക്കിൻസിൻ്റെ ഒരു ദീർഘമായ ഉദ്ധരണി തർജ്ജമ ചെയ്ത് ചേർത്തിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം. അതാണ് നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്. മതാനുയായികൾ ഘോഷിക്കുന്ന സമ്പൂർണ്ണ ധാർമ്മിക വ്യവസ്ഥയിൽ എന്തൊക്കെയുണ്ട്? വിവാഹേതര ബന്ധത്തിന് കല്ലെറിഞ്ഞുകൊല്ലൽ, മതനിഷേധത്തിന് വധശിക്ഷ, ശബത്ത് ആചരിക്കാത്തതിന് ശിക്ഷ. ഇതൊക്കെയാണ് മതാധിഷ്ഠിതമായ സമ്പൂർണ്ണ ധാർമ്മികതകൾ. ഇങ്ങനെ ഒരു ധാർമ്മികത എനിക്ക് വേണമെന്നില്ല. എനിക്ക് വേണ്ടത് ചിന്തിച്ച് വാദിച്ച് ചർച്ച ചെയ്തുണ്ടാക്കിയ, ബുദ്ധിപൂർവ്വം സംവിധാനം ചെയ്ത, ഇൻ്റലിജൻ്റ്ലി ഡിസൈൻഡ് എന്നാണ് പറയുന്നത്. ഈ വാചകത്തിന് അടുത്തിട്ട് ഡോക്കിൻസ് ഇൻ്റലിജൻ്റ് ഡിസൈനിന് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞ ആൾക്കാർ പോലും ഉണ്ട്. അത് വേറൊരു വിഷയം. ബുദ്ധിപൂർവ്വം സംവിധാനം ചെയ്തത് എന്ന് വിളിക്കാവുന്ന ഒരു ധാർമ്മികതയാണ് ആധുനിക മനുഷ്യൻ അംഗീകരിച്ച ഇതിലെ ആധുനിക മനുഷ്യൻ എന്ന വാക്ക് പ്രസക്തമാണ്. ആധുനിക മനുഷ്യൻ അംഗീകരിക്കുന്ന ധാർമ്മികത മതധാർമ്മികതയല്ല. ആധുനിക മനുഷ്യൻ അംഗീകരിച്ച ധാർമ്മികതയെ നോക്കുക. നാം ഇന്ന് അടിമത്തത്തിൽ വിശ്വസിക്കുന്നില്ല. അടിമത്തം അതൊരു ധാർമ്മിക ചോദ്യമാണ്. നാം സ്ത്രീകൾക്ക് തുല്യത നൽകണം എന്ന് വിശ്വസിക്കുന്നു. ഇതൊരു ധാർമ്മിക ചോദ്യമാണ്. ശാന്തസ്വഭാവം പുലർത്തുക എന്ന് പറഞ്ഞാൽ അക്രമങ്ങൾ, പീഡനങ്ങൾ, അന്യഗോത്രത്തിനെതിരെയുള്ള കലാപങ്ങൾ,
സ്വന്തം ഗോത്രം വിട്ട കുലങ്കുത്തിയവളോടുള്ള അക്രമങ്ങൾ, ഇതൊക്കെ ഉപേക്ഷിക്കണം. ഇത് ആധുനികമല്ല. മൃഗങ്ങളോട് ദയ കാണിക്കുക, ഇതൊക്കെയും സമീപകാല കാര്യങ്ങളാണ്. ബൈബിളിലും ഖുറാനിലുമൊന്നും ഇവക്ക് വലിയ സ്ഥാനമില്ല എന്ന് റിച്ചാർഡ് ഡോക്കിൻസ് പറയുന്നു. ബൈബിളും ഖുറാനും എടുത്തു പറഞ്ഞെങ്കിലും മറ്റേതൊരു മതഗ്രന്ഥങ്ങൾ നോക്കിയാലും ആധുനിക മനുഷ്യൻ്റെ ധാർമ്മികത മതഗ്രന്ഥങ്ങളിൽ നിന്ന് ലഭ്യമല്ല. എന്താണ് നമ്മുടെ ധാർമ്മികതയുടെ നിർവചനം? ഇത് ജൊനാഥൻ ഹൈറ്റിൻ്റെ നിർവചനം എടുത്താണ്. സ്വാർത്ഥതയെ നിയന്ത്രിക്കാനും സാമൂഹ്യ ജീവിതം സാധ്യമാക്കാനും വേണ്ടി സംയുക്തമായി പ്രവർത്തിക്കുന്ന ചില മൂല്യങ്ങൾ, വഴക്കങ്ങൾ, സ്ഥാപനങ്ങൾ, മാനസിക പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഉള്ള ഒരു സംവിധാനമാണ് ധാർമ്മികത. അതൊരു ഏതാനും ലിസ്റ്റ് ഓഫ് ഡൂസ് ആൻഡ് ഡോൺസ്, ചെയ്യരുത്, ചെയ്യാം എന്നുള്ള ഒരു ലിസ്റ്റ് മാത്രമല്ല. ധാർമ്മികതയിൽ ഇതൊക്കെ ഉണ്ട്. ചില മൂല്യങ്ങളുണ്ട്, ചില വഴക്കങ്ങളുണ്ട്, ചില സ്ഥാപനങ്ങളുണ്ട്, ചില മാനസിക പ്രവർത്തനങ്ങളുണ്ട്. ആദ്യമായി പറയാനുള്ളത് സാർവലൗകിക ധാർമ്മിക വ്യാകരണം അല്ലെങ്കിൽ യൂണിവേഴ്സൽ മോറൽ ഗ്രാമർ എന്ന ആശയത്തെക്കുറിച്ചാണ്. ഇത് നമ്മൾ വിശദമായി അന്ന് ഡോക്ടർ മനോജിൻ്റെ ലേഖനത്തിൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. ധാർമ്മികതയുടെ ജീവശാസ്ത്രം എന്ന ഈ ലേഖനത്തിൽ വളരെ വിശദമായി ചർച്ച ചെയ്തത്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഒന്ന് കടന്നു പോകാം. ഒരു ആമുഖം എന്ന നിലയിൽ പൊതുവേ ഒരു ജനറൽ ഓഡിയൻസ് ആയതുകൊണ്ട് വിശേഷിച്ചും ആമുഖം ആവശ്യമുണ്ട്. ധാർമ്മികതയുടെ ജീവശാസ്ത്രം അതിൽ ഏതാനും കാര്യങ്ങളാണ്. ഇതിൽ ഒരു ചിന്താ പരീക്ഷണത്തെക്കുറിച്ച് ഹോസർ പറയുന്നു. ഒരു ട്രോളി, നിയന്ത്രണം വിട്ട ട്രോളി, ട്രെയിനല്ല, ഒരു ട്രോളി ഒരു റെയിലിലൂടെ നിയന്ത്രണം വിട്ട് ഓടി വരികയാണ്. ആ ട്രോളി വരുന്നതിനിടയിൽ ആ വരുന്ന വഴിയിൽ, ട്രോളി നേരെ കടന്നു പോവുകയാണെങ്കിൽ പോകാവുന്ന വഴിയിൽ ഇവിടെ 5 ആൾക്കാരുണ്ട് വർക്ക് ചെയ്യും. 5 ആൾക്കാർ ഈ റെയിലിൽ ഇപ്പോൾ ഉണ്ട്. അത് ഈ ട്രോളി നേരെ വരികയാണെങ്കിൽ 5 പേര് മരിക്കും. വേറൊരു വഴിയിലേക്ക് തിരിച്ചു വിടാനുള്ള ഒരു ലിവർ എവിടെയുണ്ട്, അവിടെയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് സങ്കല്പിക്കുക. ഈ ട്രോളി ഇങ്ങോട്ട് തിരിച്ചു വിട്ടാൽ ഇവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 5 പേർ രക്ഷപ്പെടും, ഒരാൾ മരിക്കും. ഇയാളെ ഈ നിശ്ചിതമായ മരണത്തിലേക്ക് തള്ളിവിടാവുന്ന രൂപത്തിൽ ഈ ലിവർ വലിക്കുന്നത് ശരിയോ തെറ്റോ എന്ന ചോദ്യം. ഒരു ലക്ഷക്കണക്കിന് ആൾക്കാരോട് ഈ ചോദ്യം ഇൻ്റർനെറ്റിലൂടെ ഉന്നയിച്ചു. വിവിധ മതത്തിൽപ്പെട്ടവർ, മതമൊന്നുമില്ലാത്തവർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, പല രൂപത്തിലുള്ള പല പ്രായത്തിലുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു. 90% ആൾക്കാരും ഇത് ശരിയാണ്, അങ്ങനെ ചെയ്യാം. കാരണം 5 ആൾ മരിച്ചാലും 5 ആൾ രക്ഷപ്പെടുമല്ലോ, ഒരാൾ മരിച്ചാലും എന്നുകൊണ്ട്. ഇതൊരു ചിന്താപരീക്ഷണമാണ്. അതേപോലെ ഒരു ചോദ്യമാണ്, ഈ ട്രോളി നേരെ പോകുന്ന ഒരു റെയിലിൽ ഈ ട്രോളി വരുന്നു, വേറൊരു ചോദ്യം, ചിന്താപരീക്ഷണം. ഒരു പാലത്തിനടിയിലൂടെ ഇത് കടന്നു പോകുന്നു. ഇത് നിർത്താൻ നിങ്ങളുടെ അടുത്ത് ഒരു വഴിയുമില്ല. ആകെയുള്ള വഴി എന്താണ്? ഇവിടെ ഒരു തടിയനായ ഒരാൾ നിൽപ്പുണ്ട്. അയാളെ തള്ളി താഴെയിട്ടാൽ എന്തു പറ്റും? ഈ ട്രോളി അവിടെ അതിന് തടഞ്ഞു നിൽക്കും. ഇത് നിങ്ങൾ ചെയ്യുമോ എന്ന് ചോദിച്ചു. ഈ ആൾക്കാരിൽ മിക്കവാറും എല്ലാവരും തന്നെ അത് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഈ ട്രോളി ഇങ്ങോട്ട് വന്ന 5 പേര് മരിക്കും. നേരത്തെ പോലെ തന്നെ ഈ റെയിൽ പാളത്തിൽ 5 പേരുണ്ട്. വ്യത്യാസം എന്താണ്? നിങ്ങളുടെ കയ്യിൽ ഇതിനെ വഴിമാറ്റി വിടാനുള്ള ലിവറില്ല. അതിന് പകരം ആ വഴിമാറ്റി വിട്ട ലിവറാണ് വിടുകയാണെങ്കിൽ ഒരാൾ ഇവിടെ മരിക്കും. അതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ തടിയനെ ഇവിടെ തള്ളിയിട്ടാലും ഈ വണ്ടി നിൽക്കും. ഇത് ചെയ്യുമോ എന്ന് ചോദിക്കുമ്പം ഈ പറഞ്ഞ പോലെ നേരെ തിരിച്ചാണ്. ആരും അത് ചെയ്യാൻ തയ്യാറല്ല. ഇത് ഒരു മതത്തിൻ്റെയും ധാർമ്മികത കൊണ്ടല്ല. ഈ ചോദിക്കുന്നവരൊക്കെ എല്ലാ മതത്തിൽപ്പെട്ടവരും എല്ലാ മനുഷ്യരും ഒരുപോലെ ഈ രണ്ടാമത് പറഞ്ഞത് ചെയ്യാൻ പറ്റില്ല. ട്രോളി പ്രോബ്ലം ശരി, ഈ ബ്രിഡ്ജ് പ്രോബ്ലം ശരിയല്ല, അത് ചെയ്യാൻ പറ്റില്ല എന്നാണ്. ഇതിൽ രണ്ടാമത്തെ സംഭവത്തിൽ ഏതാണ്ട് ആരും തന്നെ തടിയനെ ഉപയോഗിച്ച് ട്രോളി നിർത്തുന്നതിനെ അനുകൂലിച്ചില്ല. 2 സംഭവങ്ങളിലും ഒരാളുടെ ജീവൻ കൊടുത്ത് 5 പേരുടെ ജീവൻ രക്ഷിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കണം. യുക്തിപൂർവ്വം ആലോചിച്ചാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിയല്ലേ? ഒരാൾ മരിക്കുന്നു, 2 സംഭവങ്ങളും തുല്യമല്ലേ? ഒരാളുടെ ജീവൻ എടുത്ത് 5 പേരുടെ ജീവൻ രക്ഷിക്കുക. പിന്നെ എന്തുകൊണ്ടാണ് ആളുകളുടെ പെരുമാറ്റത്തിൽ ഇത്രയും വ്യത്യാസം? വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല ഈ കാര്യത്തിൽ. അപ്പോൾ തീർച്ചയായും ദൈവബാഹ്യമായ എന്തോ ആയിരിക്കാം ധാർമ്മികതയുടെ ഉറവിടം. ഒരു മതഗ്രന്ഥത്തിലും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. മതഗ്രന്ഥത്തിൽ നിന്ന് എടുത്ത് ധാർമ്മികമല്ല ഇത്.
ഇതെല്ലാ മനുഷ്യരും പങ്കുവെക്കുന്ന ഒരു ധാർമ്മിക ബോധത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ദൈവഭയവും പരലോക വിശ്വാസവുമാണ് മനുഷ്യനെ ധാർമ്മിക ജീവിതത്തിന് പ്രേരിപ്പിക്കുന്നത് എന്ന ധാരണ പരത്താൻ മതവക്താക്കൾ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. സ്നേഹം, ദയ, കാരുണ്യം, സഹകരണ മനോഭാവം തുടങ്ങിയ സൽഗുണങ്ങൾ വിശ്വാസത്തിൽ നിന്നുണ്ടായവയാണെന്നും വിശ്വാസികളല്ലാത്തവർ വെറും നികൃഷ്ടരും അസാന്മാർഗികളും ആണെന്നാണ് വിശ്വാസികൾ നിരന്തരം പ്രചരിപ്പിക്കുന്നത്. എന്താണ് ധാർമ്മികത? ധാർമ്മികത ദൈവവിശ്വാസത്തിൻ്റെ ഫലമാണോ? അങ്ങനെയെങ്കിൽ ട്രോളി പ്രശ്നം പോലുള്ളവയിൽ വിശ്വാസികളും അവിശ്വാസികളും ഒരുപോലെ പ്രതികരിക്കുന്നത് എന്തുകൊണ്ട്? ആകാശത്തുള്ള ഒരു പോലീസുകാരനില്ലാതെ നമുക്ക് മാന്യമായി പെരുമാറാൻ സാധിക്കില്ല എന്നുണ്ടോ? ആരും കാണില്ല എന്ന് ഉറപ്പുന്നുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസികൾ വെറും ആഭാസന്മാരാകുമോ? അങ്ങനെയാണ് എന്നാണല്ലോ അവർ സൂചിപ്പിക്കുന്നത്. ഈ ട്രോളി പ്രശ്നത്തെ ഒന്ന് വിശദമായി പരിശോധിച്ചാൽ ആദ്യ സംഭവത്തിൽ ട്രോളി അതിന് നമുക്ക് യുക്തിപരമായി നമുക്കൊന്ന് മോറൽ റീസണിങ്, അതാണ് ഈ നമ്മൾ വിശദമായിട്ട് അതിലേക്ക് വരും. ധാർമ്മികമായ കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ നമ്മൾ തീരുമാനം ആദ്യം എടുക്കും, അത് ആലോചിച്ചിട്ടല്ല. ഈ ചോദിച്ച ആരും തന്നെ ചിന്തിച്ചുറച്ച് ഒരാൾ മരിച്ചാൽ 5 പേര് രക്ഷപ്പെടും അല്ലേ, എന്നാൽ പിന്നെ അങ്ങനെ ചെയ്തോളാം എന്ന് ആലോചിച്ചുകൊണ്ടല്ല. അങ്ങനെയാണെങ്കിൽ 2 ഒരേ ഉത്തരം പറയണം. അവർ പൊടുന്നനെ ആണ് ഈ ഇൻറ്റ്യൂട്ടീവായിട്ടാണ് ഇതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്, ഇതിനോട് പ്രതികരിക്കുന്നത്. പറ്റില്ല എന്നുള്ളത് തന്നെയാണ്. രണ്ടാമത് ആളെ തള്ളിയിട്ട് ഈ വണ്ടി നിർത്തി 5 പേരെ രക്ഷപ്പെടുത്താൻ അത് ഞാൻ തയ്യാറല്ല. 5 പേര് മരിക്കുന്നത് വേറെ വിഷയം, അതിനുവേണ്ടി ഒരാളെ കൊല്ലാൻ ആരും തയ്യാറല്ല. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഇതിനെക്കുറിച്ച് മോറൽ ഫിലോസഫേഴ്സ് ആലോചിച്ചിട്ട് ഇമ്മാനുവൽ കാന്റ് പറയുന്നത് എന്താണ്? സചേതനമായ ഒരു വസ്തു അചേതനമായ വസ്തുവിനെ പോലെ ഉപയോഗിക്കരുത് എന്നൊരു ധാർമ്മിക സിദ്ധാന്തമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. പക്ഷേ ഈ ധാർമ്മിക സിദ്ധാന്തം വാസ്തവത്തിൽ എന്താണ്? ധാർമ്മിക സിദ്ധാന്തം പിന്നീടുണ്ടാവുന്നതാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ ഇൻറ്റ്യൂട്ടീവായി വികാരപരമായി അപ്പോൾ തന്നെ ഉണ്ടാകുന്ന ഉടനടി പ്രതികരണത്തിന് ഒരു ന്യായീകരണം ചമക്കുകയാണ് ഈ ഡിയോണ്ടോളജിക്കൽ ഫിലോസഫി ഒക്കെയും എന്നാണ് പറയുന്നത്. ഈ തരത്തിലുള്ള ഈ തത്വചിന്തയാൽ നമ്മൾ നിർദ്ധരിച്ചുണ്ടാക്കുന്ന ഈ സിദ്ധാന്തങ്ങളൊക്കെയും അതിന് അടിസ്ഥാന രൂപത്തിൽ നമുക്ക് ജന്മസിദ്ധമാണ്. എന്നുവെച്ചാൽ ഇതിൻ്റെ റെസ്പോൺസ്, ഈ ധാർമ്മിക പ്രതികരണം എന്നത് എല്ലാവർക്കും ജന്മസിദ്ധമാണ്, ഒരുപോലെയാണ്. അതിന് മതം പഠിപ്പിച്ചിട്ടല്ല, ധാർമ്മിക പുസ്തകങ്ങൾ വായിച്ചിട്ടല്ല, മോറൽ സ്റ്റോറീസ് കേട്ടിട്ടല്ല. എല്ലാവരുടെയും മനസ്സിൽ ഒരു അടിസ്ഥാനമായ ധാർമ്മിക വ്യാകരണമുണ്ട് എന്നാണ്. ഇതുകൊണ്ടാണ് നമ്മൾ ജനിക്കുന്നത്. ലോകത്ത് എവിടെ ജനിക്കുന്ന കുട്ടിയും അവിടെ കേൾക്കുന്ന ഭാഷ സംസാരിക്കും. അത് ഇവിടെ ജനിക്കുന്ന നിമിഷം തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനാൽ ഭാര്യതൻ പേര് അങ്ങ് ഇംഗ്ലണ്ടിൽ തന്നെ ആക്കി ഞാൻ എന്നാണ്. ഭാര്യ ഇവിടെ ഇംഗ്ലണ്ടിൽ പോയി പ്രസവിച്ചാൽ കുട്ടി ഇംഗ്ലീഷാണ് പറയുക. ജനിക്കുന്ന നിമിഷം തൊട്ട് ഇംഗ്ലീഷ് പറയും. ഇവിടെയാണെങ്കിൽ മലയാളം പറയും. പക്ഷെ അടിസ്ഥാനപരമായി ഈ ലാംഗ്വേജ് പഠിക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ നമ്മുടെ തലച്ചോറിലുണ്ട്, മസ്തിഷ്കത്തിലുണ്ട്. അതുകൊണ്ടാണ് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ മതത്തിൽ ജനിക്കുന്നവർ അവരുടെ ധാർമ്മികത ആ മതത്തിനനുസരിച്ച് എന്ന് പിന്നീട് ആ മതത്തിനനുസരിച്ച് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അടിസ്ഥാനപരമായി ഭാഷ പഠിക്കാൻ നമുക്കൊരു സോഫ്റ്റ്വെയർ, അതിനുള്ള മെക്കാനിസം നമ്മുടെ മസ്തിഷ്കത്തിലുള്ളതുപോലെ ധാർമ്മികതക്കും ഒരു സാർവലൗകിക ധാർമ്മിക വ്യാകരണം, യൂണിവേഴ്സൽ മോറൽ ഗ്രാമർ എന്നൊന്നുമായാണ് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ ചോദ്യത്തിന് ഉത്തരം എന്തുകൊണ്ട് ഈ 2 തരത്തിലുള്ള റെസ്പോൺസസ്, എന്തുകൊണ്ടാണ് ഫുട് ബ്രിഡ്ജ് പ്രോബ്ലം എന്ന് പറയുക, തടിയനെ തള്ളിയിടുന്നതിൽ പറ്റില്ലെന്നും ലിവർ വലിക്കുന്നതിൽ പറ്റുമെന്നും പറയുന്നതിൻ്റെ കാരണമെന്ത് എന്ന് ഇമ്മാനുവൽ കാന്റ് 18-ാം നൂറ്റാണ്ടിൽ പറഞ്ഞു. ഒരു സിദ്ധാന്തമാണ് പറയുന്നത്. ഇത് ഒരു പഠനം നടത്തി, മസ്തിഷ്കത്തെ fMRI പരിശോധന നടത്തി. ഒരു 2001 ജോഷുവ ഗ്രീനിൻ്റെ ഒരു പേപ്പർ വരികയുണ്ടായി സയൻസിൽ. അതിൽ അദ്ദേഹം പറയുന്നത് വികാരങ്ങൾ ഉത്തേജിതമാവുകയാണ് ചെയ്യുന്നത്. ഈ ചോദ്യങ്ങൾ കൊടുക്കുമ്പോൾ എത്രത്തോളം വികാരങ്ങൾ ഉദ്ദീപിപ്പിക്കുന്നു എന്നതാണ് നമ്മൾ ഈ ധാർമ്മിക തീരുമാനമെടുക്കുന്നതിന് പിന്നിലിരിക്കുന്ന വസ്തുത എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ തടിയനെ തള്ളിയിടൽ എന്താണ്? അതൊരു കൊലപാതകമാണ്. കൊലപാതകം എന്ന് പറഞ്ഞാൽ വളരെ വികാരോത്തേജകമായൊരു കാര്യമാണ്. മറ്റേതിൽ കൊലപാതകമില്ല, മറ്റേത് കൊളാറ്ററൽ ഡാമേജാണ്. ഒരാളെ തള്ളിയിട്ട് കൊല്ലുക എന്ന് പറഞ്ഞാൽ ഒരു കൊലപാതകമാണ്. ഇതെന്തുണ്ടാക്കുന്നു? നമുക്കൊരു
വികാരോത്തേജനം ഉണ്ടാക്കുന്നൊരു സംഗതിയാണ്. കൊലപാതകം എന്നത് നമ്മുടെ മൗലികമായ സാർവലൗകികമായ ധാർമ്മിക വ്യാകരണമുള്ള ഈ മസ്തിഷ്കം എന്ന അവയവത്തെ ചില ഭാഗങ്ങൾ, അതിൻ്റെ വൈകാരിക ഭാഗങ്ങളെ വളരെ പ്രചോദിപ്പിക്കുന്നൊരു കാര്യമാണ്. ഈ വൈകാരിക പ്രതികരണമാണ് ഇത് രണ്ടിനെയും വ്യത്യസ്തമാക്കുന്നത്, അല്ലാതെ ചിന്തിച്ചിട്ടല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ലോകമെങ്ങുമുള്ള ഈ യൂണിവേഴ്സൽ മോറൽ ഗ്രാമർ, സാർവലൗകിക ധാർമ്മിക വ്യാകരണം എന്നത് പങ്കിടുന്ന ഈ മനുഷ്യവംശത്തിൽപ്പെട്ട എല്ലാവരും തന്നെ പൊതുവേ 90% ആൾക്കാരും ഈ രണ്ട് ചോദ്യങ്ങൾക്കിടയിൽ ഒന്ന് തന്നെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാരണം, ഈ യൂണിവേഴ്സൽ മോറൽ ഗ്രാമർ എന്നത് പരിണാമത്തിലൂടെയാണ് നമുക്ക് കിട്ടിയത്. മനുഷ്യ പരിണാമത്തെക്കുറിച്ച് ആലോചിക്കാതെ മനുഷ്യനെക്കുറിച്ച് ചിന്തിക്കുക സാധ്യമല്ല. അതാണ് ഏതൊരു മണ്ഡലം മനുഷ്യ സംബന്ധിയായ ഏതൊരു വിഷയം എന്ന് പറഞ്ഞാലും അത് ജീവിപരിണാമം എന്ന ഏറ്റവും മഹത്തായ ആശയം, പ്രകൃതി നിർദ്ധാരണത്തിലൂടെയുള്ള ജീവിപരിണാമം എന്ന മനുഷ്യകുലത്തിൻ്റെ ഏറ്റവും മഹത്തായ ആശയത്തെ സ്പർശിക്കാതെ സാധ്യമല്ല, അതല്ലാതെ മനസ്സിലാക്കുക സാധ്യമല്ല. ഈ ധാർമ്മിക ബോധം മനുഷ്യനെ മാത്രം കുത്തുകയാണോ? മനുഷ്യനെ മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് അവൻ്റെ ധാർമ്മികതയാണ് എന്നൊരു പൊതുവിശ്വാസമുണ്ട്. അതുകൊണ്ടാണ് അധാർമികമായ പെരുമാറ്റത്തെ മൃഗീയമായ പെരുമാറ്റം എന്ന് വിളിക്കുന്നത്. മൃഗങ്ങൾക്ക് ധാർമ്മിക ബോധമുണ്ടോ? അഥവാ കരുണ, ദയ, സഹതാപം മുതലായ ഗുണങ്ങളുണ്ടോ? ഈ ധാർമ്മികതയുടെ സാർവലൗകികത എന്ന വസ്തുത മനുഷ്യൻ എന്ന ജന്തുവിൽ മാത്രമായി ഒതുങ്ങുന്നില്ല എന്നതാണ്. ഈ ആലും ആൾമരവും ആൾക്കുരങ്ങനും മനുഷ്യനുമായി ഒരു പുതുപൂർവികങ്ങളിൽ നിന്ന് വേർതിരിഞ്ഞു വന്ന ഈ ജന്തുജാലങ്ങൾക്കൊക്കെയും ചെറിയ അളവിൽ ഏറിയും കുറഞ്ഞും ഈ ധാർമ്മികതയുടെ സ്ഫുരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു ഉദാഹരണം, അനീതിയോടുള്ള ധാർമ്മിക രോഷം, അതൊരു മനുഷ്യൻ്റെ ഒരു കാര്യമായാണ് നമ്മൾ കാണുക. ഇവിടെ ഒന്ന് നോക്കൂ. So she gives a rock to us, that's the task, and we give her a piece of cucumber and she eats it. The other one needs to give a rock to us. രണ്ട് കുരങ്ങന്മാരാണ്, കപ്പൂച്ചിൻ മങ്കികളാണ് കാണുന്നത്. അതിൽ ഒരേ ജോലിയാണ് രണ്ടുപേരും ചെയ്യേണ്ടത്. ഒരു കല്ലുണ്ട്, ആ കല്ലെടുത്തിട്ട് ഈ പരീക്ഷണം നടത്തുന്ന ആൾക്ക്, ആ കോട്ടിൽ നിൽക്കുന്നവർക്ക് കൊടുക്കുക, അതാണ് ചെയ്യേണ്ടത്. ആ കല്ലെടുത്ത് കൊടുത്താൽ ഒരു ഭക്ഷണം കൊടുക്കും, ഒരു ഭക്ഷ്യവസ്തു കൊടുക്കും. രണ്ട് പാത്രങ്ങളുണ്ട്, ഒന്നിൽ കക്കിരിക്കാണ്, മറ്റതിൽ മുന്തിരിങ്ങ. അപ്പോൾ ഓരോ തവണയും കല്ലെടുക്കുമ്പോൾ ആദ്യം കല്ലെടുത്തു, അപ്പോൾ ഒരു കക്കിരിക്ക കൊടുത്തു. ആദ്യത്തെ കൂട്ടിലെ കുരങ്ങൻ അത് കഴിച്ചു, മറ്റേ ആൾക്ക് കൊടുത്തത് മുന്തിരി. ഈ കാണോ? And that's what she does. And she gets a grape. രണ്ടാമത്തെ ആൾക്ക് എപ്പോഴും മുന്തിരിയാണ്. The other one sees that. She gives a rock to us now, gets again cucumber. അവർ തുടരുകയാണ് പരീക്ഷണം. She tests a rock now against the wall. She needs to give it to us. And she gets cucumber again. നിന്റെ കക്കിരിക്ക കൊണ്ടുപോയി തിന്നോന്നാൻ. അപ്പോൾ ഈ ധാർമ്മിക രോഷം ഇത് അനീതിയാണ്. ഒരേ ജോലി ചെയ്യുന്ന രണ്ട് ആൾക്കാർക്ക് ഒരാൾക്ക് മുന്തിരിങ്ങയും ഒരാൾക്ക് കക്കിരിക്കയും കൊടുക്കുമ്പോൾ ആ കുരങ്ങനെ സഹിക്കുന്നില്ല. ഇത് ധാർമ്മികതയാണ്. ഇതൊരു അനീതിയോടുള്ള ധാർമ്മിക രോഷം എന്ന ധാർമ്മിക പ്രതികരണമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ കുട്ടികളുടെ മുഖം നോക്കൂ. ഒരു ചെറിയ ഐസ്ക്രീമും വലിയ ഐസ്ക്രീം കൊടുത്താൽ സന്തോഷം, മറ്റൊരാളുടെ മുഖം കണ്ടില്ലേ? അതാണ് ഒരു ഉദാഹരണം. അതായത് ധാർമ്മികത എന്നത് മനുഷ്യന് മാത്രമായി ദൈവമോ പ്രവാചകനോ ഇറക്കിത്തന്ന, പ്രവാചകരോ വേദഗ്രന്ഥങ്ങളോ ഇറക്കിത്തന്ന ഒന്നല്ല. സാർവലൗകികമായ ധാർമ്മിക വ്യാകരണം എന്നത് മനുഷ്യനുണ്ട്. ഏറിയും കുറഞ്ഞും നമ്മുടെ മച്ചുനന്മാരിലുമുണ്ട്. നമ്മുടെ പൂർവികരല്ല കുരങ്ങന്മാർ, നമ്മുടെ മച്ചുനന്മാരിലും കാണാം, മറ്റു മൃഗങ്ങളിലും കാണാം. ഞാൻ പല ദിക്കിലും കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ ജബ്ബാർ മാഷ് ഉണ്ടാക്കിയിരുന്നതാണ്. ജബ്ബാർ മാഷ് പോസ്റ്റ് ചെയ്തിരുന്ന വീഡിയോ ഉണ്ടായിരുന്നു. പോത്തുകളുടെ ധാർമ്മികത. പോത്തുകളെ, ഒരു പോത്തിൻ്റെ കുട്ടിയെ പിടിച്ചു കൊണ്ടുപോകുന്ന സിംഹത്തിൻ്റെ കൂട്ടത്തെ ഒന്നായി തിരിച്ചു വന്നിട്ട് ഈ പോത്തുകളെ ആക്രമിച്ച് കീഴടക്കി കുട്ടിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നൊരു വീഡിയോ കാണാം, യൂട്യൂബിൽ കാണാം. അപ്പോൾ ഒരു ഉദാഹരണം നമ്മൾ കണ്ടു. രണ്ടാമത്തേത്
വളരെ മാന്യന്മാരായ നമ്മുടെ ഈ മച്ചന്മാരെ കൂടെ കാണും. കുരങ്ങന്മാരിൽ ഒരു പരീക്ഷണം നടത്തുകയാണ്. റീസസ് മങ്കീസ് ഒരു ലിവർ പ്രവർത്തിച്ച് ഭക്ഷണം നേടാൻ പരിശീലിപ്പിക്കലാണ് ആദ്യപടി. ഒരു ലിവർ അമർത്തിയാൽ ഭക്ഷണം കിട്ടും. ഈ മങ്കി കുരങ്ങനെ ആവശ്യമുള്ളപ്പോൾ ലിവർ പ്രവർത്തിച്ച് ഭക്ഷണം നേടാം. പക്ഷെ എന്ത് വരുന്നു? ഒരു ചെറിയ വ്യത്യാസം വരുത്തി. ആ കൂട്ടിൽ കിടക്കുന്ന തീർത്തും അപരിചിതനായ വേറൊരു മങ്കിക്ക് ഈ ലിവർ അമർത്തുമ്പോൾ ഒരു പരിചയമില്ല. ഈ കൂട്ടിൽ ഒരു വാനരനെയും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്വിച്ച് അമർത്തുമ്പോൾ ഭക്ഷണം കിട്ടും. പക്ഷെ അപ്പോൾ തന്നെ മറ്റേ ആൾക്കൊരു ഷോക്ക് കിട്ടും. വെറും 13% മാത്രമാണ് ഭക്ഷണത്തിന് വേണ്ടി മറ്റൊരു സാധുമൃഗത്തെ വേദനിപ്പിക്കാൻ തയ്യാറായതെന്നാണ്. ഇത് ധാർമ്മികതയല്ലേ? ഇത് ഏത് പ്രവാചകൻ കൊടുത്താണ്? ആരും കൊടുത്തതല്ല. ധാർമ്മികത എന്നത് നമ്മുടെ ജീവപരിണാമത്തിലൂടെ വന്നിട്ടുള്ള, പ്രകൃതി നിർദ്ധാരണത്തിലൂടെ ജീവപരിണാമം എന്നതിലൂടെ വന്നിട്ടുള്ള ഒരു മാനസിക ഘടകങ്ങളുള്ള ഒരു സംഗതിയാണ് ധാർമ്മികത എന്നത്. അത് എല്ലാ മൃഗങ്ങളിലും ഏറിയും കുറഞ്ഞുകൊണ്ട് നമ്മളിലത് സ്വാഭാവികമായും നമ്മുടെ വികസിതമായ മസ്തിഷ്കത്തിന് അനുകൂലമായ രീതിയിൽ കുറേ കൂടി വികസിച്ചിരിക്കുന്നുണ്ട്. ധാർമ്മികത എന്നത് മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനമാണ്, മാനസിക പ്രവർത്തനമാണ്. വെറും 13% മാത്രമാണ് ഭക്ഷണത്തിന് വേണ്ടി മറ്റൊരു സാധുമൃഗത്തെ വേദനിപ്പിക്കാൻ തയ്യാറായത്. ഒരു പരീക്ഷണത്തിൽ ഒരു മങ്കി മറ്റൊരു സഹജീവിയെ ദ്രോഹിക്കാതിരിക്കാൻ 2 ആഴ്ച വരെ പട്ടിണി കിടന്നു. ഈ കുരങ്ങന്മാരെയൊന്നും ആരും വിളിച്ചുകൂട്ടി നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന് ഉദ്ബോധിച്ചിട്ടില്ല. ഇവർക്കൊന്നും ഒരു ദൈവവും 10 കൽപ്പനകൾ എഴുതി കൊടുത്തിട്ടില്ല. ഒരു കുരങ്ങനും ഏതെങ്കിലും ഗുഹയിൽ പോയിരുന്ന് കുരങ്ങ് വർഗം ലോകാവസാനം വരെ അനുസരിക്കേണ്ട ഒരു ഗ്രന്ഥവും കൊണ്ടുവന്നിട്ടില്ല. ഒരു മങ്കിയും 18 അധ്യായങ്ങളായി ധർമ്മം എന്താണെന്ന് ഉപന്യസിച്ചിട്ടില്ല. അത് തിരിച്ചും മറിച്ചും വ്യാഖ്യാനിക്കുന്ന ജ്ഞാനയജ്ഞങ്ങളോ ഗിരിപ്രഭാഷണമോ കേട്ടിട്ടില്ലാത്ത ഒരു സൺഡേ സ്കൂളിലോ മദ്രസയിലോ പോകാത്ത കുരങ്ങന്മാർ അവരാണിത് ചെയ്യുന്നത്. ധാർമ്മികത എന്നത് മേലെ നിന്ന് വരേണ്ട ഒരു സാധനമല്ല അർത്ഥം. പക്ഷേ മതവും സംസ്കാരവും ഒന്നുമില്ലാത്ത നമ്മുടെ വാനരമച്ചന്മാർ ചെയ്യാത്തൊരു കാര്യം നമ്മൾ ചെയ്യും. അതാണ് നമ്മുടെ ധാർമ്മികത വികസിച്ചതാണ് എന്ന് പറയുമ്പോൾ അതിനിങ്ങനെയൊരു പ്രശ്നവും കൂടിയുണ്ട്. വികസിച്ചാണ്, ഒരുപാട് ഘടകങ്ങളുണ്ട് നമ്മുടെ ധാർമ്മികതയ്ക്ക്. ഇതുപോലെയുള്ള ധാർമ്മിക ചോദനകളെ മറ്റ് ധാർമ്മിക അടിത്തറകൾ, ധാർമ്മിക ചോദനകൾ നിയന്ത്രിക്കുന്ന, അതും ധാർമ്മിക ചോദന തന്നെയാണ്, നിയന്ത്രിക്കുന്ന അവസ്ഥയുണ്ട്. വിധേയത്വം എന്നത്, അധികാരത്തോടുള്ള വിധേയത്വം എന്നതും ഒരു ധാർമ്മിക ചോദനയാണ്. ഈ ധാർമ്മിക ചോദന സഹാനുഭൂതി എന്ന ഈ നമ്മുടെ അയൽക്കാരനെ ദ്രോഹിക്കാതെ നമ്മുടെ വാനരമച്ചന്മാർ കാണിക്കുന്ന സഹാനുഭൂതി എന്ന ഈ ധാർമ്മിക അനുകൂലനത്തെ മറികടക്കും ചിലപ്പോൾ. അപ്പോൾ അധികാരികൾ വെറുതെ ഒന്ന് ആജ്ഞാപിച്ചാൽ മതി, കൊല്ലാനുള്ളത്രയും ഷോക്ക് വരെ മനുഷ്യർ നമ്മുടെ സാഹചര്യർക്ക് കൊടുത്തു കളയും. കാരണം ഇതുപോലൊരു പരീക്ഷണം മിൽഗ്രാം എന്നൊരാൾ 1963 നടത്തുന്നുണ്ട്. ഒബീഡിയൻസ് ടു അതോറിറ്റി എക്സ്പെരിമെൻറ്റ്സ് ആണ്. യെയിൽ സർവകലാശാലയിൽ 1963 നടത്തിയ ഈ പരീക്ഷണത്തിൽ 3 ആൾക്കാരാണ് പരീക്ഷണത്തിൽ പങ്കാളികൾ. ഒരാൾ പരീക്ഷണം നടത്തുന്ന അയാൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. മറ്റൊരാൾ ലോട്ടിട്ടിട്ടാണ് തീരുമാനിക്കുക ആരാണ്. പക്ഷെ അത് വളരെ ട്രിക്ക് പ്രകാരം ലോട്ട് എപ്പോഴും ഈ വരുന്നയാൾ ടീച്ചറായിരിക്കും, മറ്റേ ആൾ ഈ രോഗി സ്റ്റുഡൻ്റ് എന്നാണ്. അപ്പോൾ ഒരാൾ ടീച്ചറും ഒരാൾ സ്റ്റുഡൻറ്റുമായിട്ടാണ്. അപ്പോൾ ഈ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്? ചില ചോദ്യങ്ങൾ ചോദിക്കും. ചോദ്യങ്ങൾക്ക് ഉത്തരം തെറ്റാണെങ്കിൽ ശിക്ഷ കൊടുക്കണം. ശിക്ഷ എങ്ങനെ കൊടുക്കുക? അതിനാണ് ഇതിരിക്കുന്നത് ഇവിടെ, ഈ മെഷീൻ അതിനാണ് വെച്ചിരിക്കണം. അപ്പോൾ അതിൽ ഓരോ ലിവർ അമർത്തി കഴിഞ്ഞാൽ ഷോക്ക് കൂടി വരും. അപ്പോൾ ഏറ്റവും അറ്റത്തെത്തി കഴിഞ്ഞാൽ സിവിയർ ഷോക്ക്, ചിലപ്പോൾ ആൾ മരിച്ചു പോകാൻ പോലും സാധ്യതയുള്ള അത്ര ഷോക്ക് വരെ കൊടുക്കാൻ സാധ്യതയുള്ള സാധനമായിട്ടാണ് വെച്ചിട്ട്. ഇതൊന്നും യഥാർത്ഥത്തിൽ കൊടുക്കുന്നതല്ല, അതൊന്നും പക്ഷേ ഈ ചെയ്യുന്ന ആൾക്കറിയില്ല. ചെയ്യുന്ന ആൾ ഓരോന്നും ഷോക്ക് കൊടുക്കുന്നത് വെച്ച് തന്നെയാണ്. അപ്പോൾ എന്തുവാണ് ഈ പരീക്ഷണത്തിൽ പറഞ്ഞേക്കുന്നത്? ശിക്ഷ കൊടുക്കുമ്പോൾ പഠനം നന്നാവുമോ ഇല്ലയോ എന്നാണ് പരീക്ഷണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ചോദ്യം പറയും, അപ്പോൾ ഇയാൾ തെറ്റായ ഉത്തരം പറയും. തെറ്റായ ഉത്തരം പറയുമ്പോൾ ആദ്യം ഷോക്ക് കൊടുക്കും. അപ്പോൾ ഷോക്ക് ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഇയാളിങ്ങനെ ഈ ചെയ്യുന്ന ആൾ തിരിഞ്ഞു നോക്കും, ഈ എക്സ്പെരിമെൻ്ററെ. അപ്പോൾ എക്സ്പെരിമെൻ്റർ അയാളും വളരെ സ്ക്രിപ്റ്റഡാണ്. ഓരോ തവണയും നിങ്ങൾ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തിന് ഞാൻ അങ്ങനെ ചെയ്യും എന്നുള്ള ഭീഷണിയൊന്നും അവിടെ ഇല്ല. നിന്നെ അത് ചെയ്യുന്ന യാതൊരു ഭീഷണിയില്ല. പലപ്പോഴും പറയാം, ഈ നാസ്തികളിലൊക്കെ പറയുക, എനിക്ക് വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല, എൻ്റെ ഓർഡർ ഉണ്ട്, അങ്ങനെയൊന്നുമില്ല. വെറും നിർദ്ദേശം. കൃത്യമായി 4 വാചകങ്ങൾ അവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. ആ 4 വാചകങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ഈ പരീക്ഷണക്കാരൻ ചെയ്യുള്ളൂ. ദയവായി തുടരുക, ഈ പരീക്ഷണം തുടരേണ്ടതുണ്ട്, ഈ പരീക്ഷണം തുടരേണ്ടത് അത്യാവശ്യമാണ്, നിങ്ങൾക്ക് മറ്റു നിവൃത്തിയില്ല, നിങ്ങൾ ചെയ്തേ പറ്റൂ. ഇങ്ങനെ 4 നിർദ്ദേശങ്ങളുണ്ട്. ഇതിങ്ങനെ തത്ത പറയുന്ന പോലെ പറയാം. ഇത് പറഞ്ഞാൽ മതി. എന്തു പറ്റി? 3-ൽ 2 ആൾക്കാരും
മരണത്തിന് തുല്യമായ ഷോക്ക് കൊടുക്കാൻ തയ്യാറായി. കാരണം തെറ്റിച്ച് പറയാണ്, ഇയാളുടെ നിലവിലൊക്കെ കേൾക്കാം, എന്നാലും ഷോക്ക് കൊടുക്കും. എന്തുകൊണ്ട്? ഇതും ഒരു ധാർമ്മിക പ്രശ്നമാണ്, ധാർമ്മിക അനുകൂലനമാണ്. അധികാരത്തെ അനുസരിക്കുക എന്ന ഒരു ധാർമ്മിക അനുകൂലനം കൂടെ നമുക്കുണ്ട്. നമ്മുടെ വികസിതമായ ധാർമ്മികത എന്ന് പറയുമ്പോൾ ഇങ്ങനെയും ചില പ്രശ്നങ്ങൾ അതിലുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇതിലേക്ക് നമുക്ക് വീണ്ടും വരാനുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് മനുഷ്യ ധാർമ്മികതയുടെ കൊടിയടയാളമായി കൊണ്ടാടപ്പെടുന്ന പല കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതൊക്കെ വാസ്തവത്തിൽ നമ്മുടെ മച്ചുനന്മാർ ചെയ്യുന്ന ധാർമ്മിക സംഗതികൾ പോലെ തന്നെയാണ്. ഇതിപ്പോൾ ഒരു വാനരന് പരീക്ഷണശാലയിൽ ഒരു മുറിയിൽ കഴിയുന്ന പരിചയമില്ലാത്ത ഒരു അന്യ വാനരനോട് തോന്നുന്ന സഹാനുഭൂതി നമ്മൾ കണ്ടു. ഒരു മനുഷ്യ ബാലന് ഒരേ ക്ലാസ് മുറിയിൽ ഒന്നിച്ച് പഠിക്കുന്ന മറ്റൊരു ബാലനോട് തോന്നുന്ന സഹാനുഭൂതിയും ഒരു ജന്മവാസന മാത്രമാണ്. ഈ വാനര മച്ചുനന്മാർ പ്രദർശിപ്പിക്കുന്നത് തന്നെയാണ് ഈ ഒരു സ്കൂൾ കുട്ടിയും പ്രദർശിപ്പിക്കുന്നത്. ഇത് പറയാൻ കാരണം, ഇപ്പം അടുത്ത് ഫേസ്ബുക്കിൽ 1000കണക്കിന് ലൈക്കുകൾ കിട്ടിയ ഒരു പോസ്റ്റ്. ആ പോസ്റ്റ് ഞാൻ വായിക്കാം. 2 ദിവസം മുമ്പ്, നല്ല പോസ്റ്റാണ് കേട്ടോ, ഞാൻ പോസ്റ്റിന് കുറ്റം പറയല്ല. 2 ദിവസം മുമ്പ് ഞാൻ ഹിഷാം മോന് പുതിയൊരു ബാഗ് കൊണ്ടു കൊടുത്തു. അപ്രതീക്ഷിതമായി പുതിയ ബാഗ് കിട്ടുമ്പോൾ ആ ചിത്രമാണ് കാണുന്നത്. കുട്ടി ഒരു 5ലോ 6ലോ ഒക്കെ പഠിക്കുന്നൊരു കുട്ടി, ഒരു കയ്യിൽ പുറത്ത് അവൻ്റെ സ്കൂൾ ബാഗും, ചിത്രം കാണാലോ അവിടെ, പുറത്ത് അവൻ്റെ സ്കൂൾ ബാഗും സഞ്ചിയിൽ വേറൊരു സ്കൂൾ ബാഗുമായി സ്കൂളിലേക്ക് പോകുന്നതിൻ്റെ പിന്നാമ്പുറ ചിത്രമാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ വിശദീകരണമാണ്. അപ്രതീക്ഷിതമായി പുതിയ ബാഗ് കിട്ടുമ്പോൾ മോൻ്റെ വലിയ സന്തോഷമായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. എന്നാൽ ബാഗ് തിരിച്ചു മറിച്ച് നോക്കിയിട്ട് ഇപ്പോൾ പഴയ ബാഗ് തന്നെ മതി, ഇത് അടുത്ത കൊല്ലം കൊണ്ടുപോകാം എന്ന് മോൻ പറഞ്ഞു. അതെന്താടാ, ബാഗ് ഇഷ്ടമായില്ലേ? ഇഷ്ടമാഞ്ഞിട്ടൊന്നുമല്ല, പിന്നെ അതൊന്നുമില്ല. പറ, ഉപ്പച്ചിനോട് പറ. അത് എൻ്റെ ചങ്ങായി അജീഷ് ഇപ്പോഴും പുസ്തകം കൊണ്ടുവരേണ്ടത് കവറിലാണ്. ഓന് ബാഗില്ല, ഓൻ്റെ അച്ഛൻ മരിച്ചതല്ലേ, അപ്പോൾ ഞാൻ ഇനിയും പുതിയ ബാഗ് കൊണ്ടുപോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതാണോ അച്ഛൻ? പിതാവിൻ്റെ മറുപടിയാണ്. അപ്പോൾ അതാണോ? നല്ല കാര്യം, എന്നാൽ പഴയ ബാഗ് അജീഷിന് കൊടുത്താളാ. അതാണ് അദ്ദേഹത്തിൻ്റെ ധാർമ്മികത. പഴയ ബാഗ് കൊടുത്താളാം. ഞാൻ പറഞ്ഞു, ഹേ അത് വേണ്ട, ഉപ്പച്ചി എന്നല്ലേ ഇന്നാളെ എന്നോട് പറഞ്ഞത് നമുക്ക് ഇഷ്ടമുള്ളതാണ് വേറൊരാൾക്ക് കൊടുക്കേണ്ടതെന്ന്. പുതിയ ബാഗ് അജീഷിന് കൊടുത്താലോ ഉപ്പച്ചിയെ? ഞാൻ പഴയതിനെ ഉപയോഗിച്ചോളാം. യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, കരഞ്ഞുകൊണ്ട് ഞാനവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. സ്രഷ്ടാവേ, നിനക്കാണ് സർവസ്തുതിയും, എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിച്ചല്ലോ. ഈ അവസാനത്തെ വാചകമാണ് ആകെ കൺഫ്യൂഷൻ. കാരണം ഇത് സാധാരണ ധാർമ്മികതയാണ്. വാസ്തവത്തിൽ ഇത്രയും ഉപ്പച്ചി അത് കഴിഞ്ഞില്ല, ആ വാചകങ്ങൾ ഇനിയും വരുന്നു. ഉപ്പച്ചി ഇതുപോലുള്ള ഒരു ബാഗ് കൊണ്ടുവരാം, രണ്ടാളും ഒരുപോലുള്ള ബാഗ് ഉപയോഗിച്ചാൽ മതി. ഞാനിത് പറഞ്ഞപ്പോൾ മോൻ്റെ കണ്ണിലുള്ള പ്രകാശവും എന്നോടുള്ള ഇഷ്ടവും എനിക്ക് കാണാനായി. അവൻ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. ഇതാ ഹിഷാം പോവുകയാണ് അവൻ്റെ പ്രിയ സുഹൃത്തിനുള്ള സ്നേഹസമ്മാനവുമായി. അവർ വളരട്ടെ, നന്മയുള്ള കൺകിളുർമയുള്ള കൂട്ടുകാരായി. ഇനിയും വരുന്ന വാചകം പ്രശ്നമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. എന്തിന് പ്രാർത്ഥിക്കുന്നത്? ഇതവിടെ ഉണ്ട്, ഈ ധാർമ്മികത അവിടെ ഉണ്ട്. നോക്കൂ, തന്നേക്കാൾ എത്രയോ കാലം കൂടുതൽ പ്രാർത്ഥിച്ച, മതം പഠിച്ച, ശീലിച്ച, മതത്തിൽ ജീവിച്ച പിതാവിനെ അപേക്ഷിച്ച് ഈ കുട്ടിയല്ലേ കൂടുതൽ ധാർമ്മികൻ? അതല്ലേ കാണുന്നത്? അപ്പോൾ എന്താ വാസ്തവത്തിൽ സംഭവിച്ചത്? ഇത്രയും കാലം ഈ ഒരു ധാർമ്മികതാ ചർച്ച, അച്ഛനും മകനും ഇടയിൽ നടന്ന ധാർമ്മികതാ ചർച്ചക്കടയിൽ ആരാണ് കൂടുതൽ ധാർമ്മികൻ? മതമൊന്നും കാര്യമായി പഠിച്ചിട്ടില്ലാത്ത കുട്ടിയാണ് കൂടുതൽ ധാർമ്മികൻ. അച്ഛൻ പറഞ്ഞത് അതിനാ, നീ ഞാൻ പഴയതുകൊണ്ട് കൊടുത്താളേ എന്നാണ് അച്ഛൻ്റെ ആദ്യത്തേത്. അത് വിഷയമല്ല. മൂപ്പർക്ക് ധാർമ്മികമായ ഉത്കണ്ഠ കുറഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ ഈ വാനരമച്ചുനന്മാർ കാണിക്കുന്ന ഈ സാർവലൗകിക ധാർമ്മിക വ്യാകരണമനുസരിച്ച് കുട്ടികളിൽ ഉണ്ടാവുന്ന ഈ ധാർമ്മികതയെ മതധാരണകനുസരിച്ച് വെട്ടി ഒതുക്കി ചെറുതാക്കുകയാണ് മതങ്ങൾ ചെയ്യുന്നത്. അതല്ലാതെ ധാർമ്മികർ നട്ടുപിടിപ്പിക്കുകയല്ല. ഇത് ഞാൻ പറയാൻ കാരണം, ഈ അടുത്ത് കോഴിക്കോട് നടന്ന ഒരു ചർച്ചയിൽ ഈ വാദം ഒരു വളരെ നന്നായി പ്രസംഗിക്കുന്ന ഒരു മതവാദിയായ എന്ന് ഞാൻ വിളിക്കാം ആ സുഹൃത്ത് പറയുന്നത് ഞാൻ കേൾക്കട്ടെ. ഖുർആനിൽ ദൈവം സന്മാർഗം അവതരിപ്പിക്കുന്നത്, പ്രവാചകന്മാരിലൂടെ അവതരിപ്പിക്കുന്നത് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിന് ആദ്യം ഉത്തരം പറയും. അത് പിൻപറ്റുന്നവൻ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവന് ആദികളും വ്യതകളും ഉണ്ടാവുകയില്ല. ആദി വ്യതകൾ ഒഴിഞ്ഞുകൊണ്ടുള്ള ജീവിതം, ഈ ജീവിതത്തിന് എത്രമേൽ നമ്മുടെ വികാസം, വൈജ്ഞാനിക വികാസം അനിവാര്യമാണ് എന്ന് നമുക്കറിയാം. ആ അറിവിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ പണിയെടുക്കുന്നത്. പക്ഷെ അതേ അവസരത്തിൽ നമ്മുടെ ഏത് വികാസത്തെയും
അധാർമികമായി ഉപയോഗപ്പെടുത്താനുള്ള സാധ്യത. അവിടെ നമ്മുടെ മനസ്സിൽ എത്തിക്സിനെ കുറിച്ചുള്ള ധർമ്മനീതിയെക്കുറിച്ചുള്ള ബോധം നട്ടുപിടിപ്പിക്കുകയാണ് വേദഗ്രന്ഥങ്ങൾ ചെയ്യുന്നത് എന്ന് കാണാൻ നമുക്ക് സാധിക്കും. അതിനെ ആ അർത്ഥത്തിൽ സമീപിക്കുക, അല്ലാതെ മനുഷ്യന്റെ കണ്ടെത്തലുകളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പരതാൻ വേണ്ടിയിട്ട് ഖുർആനെ സമീപിക്കേണ്ടതില്ല. അത് ധർമ്മനീതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ്. പക്ഷെ അതേ ഖുർആനിൽ ഇതേ പറയുന്നത് മതഗ്രന്ഥം, അദ്ദേഹത്തിൻ്റെ മതഗ്രന്ഥം എന്നത് ധർമ്മനീതി നട്ടുപിടിപ്പിക്കാനുള്ളതാണ്. ധർമ്മനീതി നട്ടുപിടിപ്പിക്കുക, അതിൽ നിങ്ങൾ ശാസ്ത്രം തിരയേണ്ടെന്നല്ല. ആ പറഞ്ഞതിലൂടെ ഞാൻ അദ്ദേഹത്തെ പൂർണ്ണ വിയോജിക്കുന്നു. ഏത് രണ്ടാമത് പറഞ്ഞതിലൂടെ ശാസ്ത്രം അതിൽ തിരയേണ്ട, അത് ശരി, വളരെ കറക്റ്റ്. പക്ഷെ ധർമ്മനീതി നട്ടുപിടിപ്പിക്കുന്നത് ഈ പുസ്തകമാണോ? അതാണ് അദ്ദേഹം പറയുക. ശാസ്ത്രത്തിൻ്റെ കാര്യമൊക്കെ ഞാൻ വിട്ടു, പക്ഷേ ധർമ്മനീതി നട്ടുപിടിപ്പിക്കൽ അത് എൻ്റെ പുസ്തകം തന്നെയാണെന്നാണ് അദ്ദേഹം വാദിക്കുന്നത്. അതാണ് നമ്മൾ ഈ കാണുന്നത്. ധർമ്മനീതി നട്ടുപിടിപ്പിക്കുക എന്നത് നമ്മൾ കാണുന്നതേയില്ല. അത് നേരത്തെ അത് ആരും ഒരു പ്രവാചകനും ഒരു പുസ്തകവും തരുന്നതല്ല, ഒരു മതവിശ്വാസവും നൽകുന്നതല്ല. ഇത് ഉള്ളതാണ്. അതുകൊണ്ടാണ് 6ാം ക്ലാസ്സിലെ കുട്ടി ബാഗ് കൊടുക്കുമ്പോൾ അച്ഛൻ പഴയത് കൊടുത്താളാ എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ മതം കൊണ്ട് മോശമായി എന്നല്ല. മതത്തിന് അതിൻ്റെതായ, ഓരോ മതത്തിന് അതിൻ്റെതായുള്ള ധാർമ്മിക നീതികളുണ്ട്. അടിസ്ഥാനപരമായി നമ്മിലുള്ള സാർവലൗകിക ധാർമ്മിക വ്യാകരണത്തെ ഈ മത ധാർമ്മികതക്കനുസരിച്ച് വെട്ടി ഒതുക്കി ചെറുതാക്കി ഭംഗിയാക്കി ഒരു ബോൺസായി ആക്കി വെക്കുകയാണ് ചെയ്യുന്നത്. മതം ധാർമ്മികതയെ ചെറുതാക്കുകയാണ്. അപ്പോൾ ഇവിടെ 2 മരങ്ങൾ കാണാൻ നിങ്ങൾക്ക്. ഒന്ന് നട്ട് അതിനൊരു തറയൊക്കെ കിട്ടി വെള്ളമൊഴിച്ച് അതിൻ്റെ പാട്ടിന് വളർത്തിയിരിക്കുകയാണ്. അത് ധാരാളം ആൾക്കാർക്ക് തണൽ കൊടുക്കും. വെട്ടി ചെറുതാക്കി ഒരു പദത്ത് വെച്ചാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഏതാ ഭംഗി? ഇത് തന്നെയാണ് ഭംഗി. ഒരുപക്ഷെ കൂടുതൽ വിലയും ഇതിന് കിട്ടും. ഈ ബോൺസായി ഒക്കെ ഒരുപക്ഷെ ലക്ഷക്കണക്കിന് വിലയുണ്ടാവും. ഇതുപോലുള്ള അത്രയും മെനക്കെട്ട് എത്രയോ വർഷങ്ങൾ കൊണ്ടാണ് ഒരു ബോൺസായി ഉണ്ടാക്കുന്നത്. ഇതുപോലെയുള്ള ബോൺസായി നിർമ്മാണമാണ് മതം ചെയ്യുന്നത്. ധാർമ്മികത ഇങ്ങനെ ഇരിക്കണം. ആൽവിത്തായി നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ യൂണിവേഴ്സൽ മോറൽ ഗ്രാമറിനെ പരിപോഷിപ്പിക്കുകയാണ് ഒരു സമൂഹം ചെയ്യേണ്ടത്. എല്ലാവർക്കും തണൽ പരത്തുന്ന വലിയ മഹാവൃക്ഷങ്ങളായി ഓരോ മനുഷ്യൻ്റെയും ധാർമ്മികത പുഷ്പിക്കുകയും വളരുകയും തണൽ പരത്തുകയും ചെയ്യേണ്ടതിന് പകരം അതിനെ ചെറുതാക്കി വെട്ടി ഭംഗിയുള്ള വിലപിടിപ്പുള്ള ബോൺസായി മരങ്ങളാക്കുകയാണ് മതം ചെയ്യുന്നതെന്നാണ്. ഇനി നമുക്ക് കുറച്ച് സിദ്ധാന്തങ്ങളിലേക്ക് പോവുകയാണ്. ധാർമ്മികമായ ജന്മവാസനകളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇവർ ജന്മവാസന ഇവിടെ കണ്ടു. ഈ ജന്മവാസനകൾ ഏതാണ്? തുടങ്ങിയെടുത്ത് തന്നെ നമുക്ക് പതുക്കെ പതുക്കെ ഉദാഹരണങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങാം. നിങ്ങൾ എൻ്റെ കൂടെ വരിക. 5 മാനസിക അടിസ്ഥാനങ്ങളുണ്ടെന്നാണ് ജൊനാഥൻ ഹെയ്റ്റ് പറയാം. അതിൽ 2 ഇൻഡിവിജ്വലൈസിങ് ഫൗണ്ടേഷൻസ്, വ്യക്തി രൂപീകരണ അടിസ്ഥാനങ്ങൾ എന്നാണ് പറയുക. ആദ്യത്തെ 2 അതൊന്ന് മലയാളത്തിൽ നമുക്ക് പീഡനം പരിചരണം അല്ലെങ്കിൽ ഹാം കെയർ, അതാണ് നിന്നാണ് സഹാനുഭൂതി ഉണ്ടാവുന്നത്. ഇത് നമ്മൾ ഈ കണ്ട ഹിഷാം എന്ന കുട്ടിയുടെ സഹാനുഭൂതി എന്നത് എന്താണ്? കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ദ വൾണറബിൾ, നമ്മുടെ സഹജീവിയോട് നമുക്ക് തോന്നുന്ന സഹാനുഭൂതി. അതാണ് ആദ്യത്തെ അടിസ്ഥാനം, ഹാം കെയർ. 2ാമത്തേത് നീതിബോധം. അത് നമ്മൾ എവിടെ കണ്ടു? എന്ന് പറഞ്ഞാൽ എറിഞ്ഞു കൊടുക്കുന്നില്ലേ? നമ്മുടെ വെള്ളരിക്ക് എറിഞ്ഞു കൊടുക്കുന്ന നമ്മുടെ വാനര മച്ചുരന്മാരിൽ നമ്മൾ ദർശിച്ച നീതിബോധം, നമ്മൾ ഇന്ന് ലോകമെമ്പാടും കാണുന്ന നീതിബോധം. ഇത് 2 അടിസ്ഥാനപരമായ 2 ധാർമ്മികതയുടെ മാനസിക അടിസ്ഥാനങ്ങളാണ്. 5 ഉണ്ട്. ആദ്യത്തെ 2 ഉദാഹരണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് 2 എന്താണ്? ഇൻഡിവിജ്വലൈസിങ് ഫൗണ്ടേഷൻസ് ആണ്. വ്യക്തിയെ രൂപീകരിക്കുന്ന വ്യക്തി രൂപീകരണ അടിസ്ഥാനങ്ങൾ, വ്യക്തി തലത്തിലുള്ളതാണ്. അതായത് ഹാം കെയർ, ഫെയർനെസ്, ജസ്റ്റിസ് 2. ജ്ഞാനോദയാനന്തര സമൂഹങ്ങൾ, ആധുനിക സമൂഹങ്ങൾ തങ്ങളുടെ സാമൂഹിക ധാർമ്മികതയെ ഈ 2 മാനസിക അടിത്തറകളിലാണ് നിർമ്മിക്കുന്നത്. ഈ ഒരു പുസ്തകത്തിൻ്റെ ചട്ട, ഹാൻഡ് ബുക്ക് ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് ചട്ടയിൽ, അതിൻ്റെ പുറം ചട്ടയിൽ 2 ചിത്രങ്ങളാണ്. ഒന്ന് നീതി, മറ്റേത് സഹാനുഭൂതി, അച്ഛനും മകനും തമ്മിലുള്ള കിൻ ആൾട്രൂയിസം എന്നൊക്കെ പറഞ്ഞത്. അത് തന്നെയാണ് വികസിച്ച് നമ്മളെ മറ്റ് സഹാനുഭൂതിയായിട്ട് വരുന്നത്. ഈ സാമൂഹിക ധാർമ്മികത ഈ 2 മാനസിക അടിത്തറകളിലാണ്. അതുകൊണ്ടാണ് ആധുനികമായ ഈ ധാർമ്മികത പ്രതിപാദനങ്ങളിലൊക്കെ നമുക്ക് കാണാവുന്നത് ഈ 2 തീമുകളായിരിക്കും. പീഡനം, പരിചരണം, നീതി, ന്യായം. ഈ 2 മാനസിക അടിസ്ഥാനങ്ങളുടെ മുകളിലാണ് ആധുനിക സമൂഹങ്ങളുടെ, പാശ്ചാത്യ സമൂഹങ്ങളിൽ വരുന്ന പുസ്തകങ്ങളൊക്കെ ഇതാണ്. ആധുനിക സമൂഹങ്ങൾ, ജ്ഞാനോദയാനന്തര സമൂഹങ്ങൾ, അതിലൊക്കെയും അവരുടെ ധാർമ്മികത, സാമൂഹിക ധാർമ്മികത ഈ ഇൻഡിവിജ്വലൈസിങ് ഫൗണ്ടേഷൻസ് ആണ്. കാരണം അവിടെ വ്യക്തിയാണ് പ്രധാനം.
ഈ രണ്ട് അടിത്തറകളിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതെന്ന് പറയാം. കാരണം എന്താണ്? സ്വതന്ത്രയും കർത്തൃശേഷിയുള്ളവളുമായ ഒരു വ്യക്തിയാണ് അവിടുത്തെ കേന്ദ്രബിന്ദു. സമൂഹത്തിൻ്റെ കേന്ദ്രബിന്ദുവും സാമൂഹ്യ ധാർമ്മികതയുടെ കേന്ദ്രബിന്ദുവും ഒരു വ്യക്തിയാണ്. ആ വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ട്, കർത്തൃശേഷിയുണ്ട്. അതാണ് ജനാധിപത്യത്തിൻ്റെയും ലിബറൽ ജനാധിപത്യത്തിൻ്റെയും അടിസ്ഥാനം ഈ വ്യക്തിയാണ്. ഈ വ്യക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ വ്യക്തി കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തിൽ അതിൻ്റെ ധാർമ്മികത, ഇത് വളരെ സമീപകാലത്ത് മാത്രം, ചാനോദയാനന്ദ കാലത്ത് ലോകത്ത് എവിടെയും സാധ്യമായിട്ടുള്ളതാണ്. ഇന്നും നമ്മുടെ നാട്ടിൽ നടക്കാത്തൊരു കാര്യവുമാണ്. നമ്മുടെ ഇന്നും ഏറിയ കൂറും പരമ്പരാഗത സമൂഹമാണ്. ഇന്ന് വ്യക്തിഗതമായ സമൂഹമല്ല. അംബേദ്കർ നൽകിയ ഭരണഘടന ഒരു ആധുനിക ജനാധിപത്യത്തിൻ്റെതാണ്, ലിബറൽ ജനാധിപത്യത്തിൻ്റെയാണ്. വ്യക്തിയെ കേന്ദ്രീകരിക്കുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയെ വിഭാവനം ചെയ്യുന്നതാണ്. പക്ഷേ വാസ്തവത്തിൽ നമ്മുടെ സമൂഹം സഹസ്രാബ്ദങ്ങളായി പരമ്പരാഗത സമൂഹമായി, ഗോത്രീയ സമൂഹമായി തുടരുന്നുമുണ്ട്. ഇത് ഞാൻ ആദ്യം പറഞ്ഞ വാചകം, ഡോക്കിൻസിൻ്റെ വാചകം ഞാൻ പറയണ്ടായി. ആധുനിക മനുഷ്യർ അംഗീകരിച്ച് ധാർമ്മികതയെ നോക്കുക. നാം ഇന്ന് അടിമത്തത്തിൽ വിശ്വസിക്കുന്നില്ല. നാം സ്ത്രീകൾക്ക് തുല്യം നൽകണമെന്ന് വിശ്വസിക്കുന്നു. ശാന്തസ്വഭാവം പുലർത്തുക, മൃഗങ്ങളോട് ദയ കാണിക്കുക, ഇതൊക്കെയും സമീപകാല കാര്യങ്ങളാണ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയും നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഈ രണ്ടടിസ്ഥാനങ്ങളുടെ മുകളിലാണ്. സഹാനുഭൂതിയുടെയും നീതിബോധത്തിൻ്റെതുമായ രണ്ട് തൂണുകളിലാണ് ജ്ഞാനോദയാനന്തര ആധുനിക സമൂഹത്തിൻ്റെ ധാർമ്മിക ബോധം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ബാക്കി 3 എണ്ണമുണ്ട്, 5 എണ്ണമുണ്ട് ഞാൻ പറഞ്ഞു. ബാക്കി 3 മാനസിക അടിത്തറകളെ പറ്റി നമുക്കൊരു ഇത്തിരി കഴിഞ്ഞു പറയാം. അതിനിടയിൽ വേറൊരു വിഷയം വരേണ്ടതുണ്ട്. ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില തീമുകൾ ഇങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ചില കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒന്നുകൂടി ആവർത്തിക്കാം. 5 മാനസിക അനുകൂലനങ്ങളാണ് ധാർമ്മികതക്കായി നമുക്കുള്ളത്. മനസ്സ് എന്ന് പറഞ്ഞാൽ മസ്തിഷ്കമാണ്. മൈൻഡ് ഈസ് വാട്ട് ദ ബ്രെയിൻ ഡസ്. വേറൊരു മനസ്സില്ല. മനസ്സെന്നാൽ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം മാത്രമാണ്. അപ്പോൾ ഈ 5 മസ്തിഷ്ക അനുകൂലങ്ങൾ, മസ്തിഷ്ക പ്രവർത്തനങ്ങൾ 5 എണ്ണം, അതിൽ 2 എണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. 3 എണ്ണം പറയാൻ ബാക്കിയുണ്ട്. അത് പറയുന്നത് അടുത്ത വേറൊരു സെക്ഷൻ്റെ കൂടെയാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പേ മനഃശാസ്ത്രത്തിൻ്റെ, ധാർമ്മിക മനഃശാസ്ത്രത്തിൻ്റെ 4 തത്വങ്ങൾ എന്ന് ജൊനാഥൻ ഹൈറ്റ് പറയുന്ന കാര്യങ്ങളുണ്ട്. 4 തത്വങ്ങൾ. ഈ 4 തത്വങ്ങൾ പറയുമ്പോൾ ഇതിൻ്റെ 3ാമത്തെയും 4ാമത്തെയും തത്വങ്ങളുടെ കൂടെ വരും നമ്മൾ നേരത്തെ പറയാൻ മാറ്റി വെച്ചിരിക്കുന്ന 3 ഘടകങ്ങളും കൂടി. ഓക്കെ, എന്താണ് 4 തത്വങ്ങൾ? ഒന്ന്, ധാർമ്മിക സ്വയമറിവ്. നേരത്തെ പറഞ്ഞു ഇൻറ്റ്യൂട്ടീവാണ്. ഇൻറ്റ്യൂട്ടീവ് പ്രൈമസി എന്നാണ് പറയുന്നത്. എല്ലാ ധാർമ്മിക തീരുമാനങ്ങളും സ്വയമറിവിലൂടെയാണ്. അതായത് ആലോചിച്ച് സമയമെടുത്ത് ചെയ്യുന്നതല്ല, മില്ലി സെക്കൻഡുകൾ കൊണ്ടാണ് തീരുമാനം എടുക്കപ്പെടുന്നത്, സെക്കൻഡുകൾ കൊണ്ടല്ല. ധാർമ്മികമായ തീരുമാനം എടുക്കപ്പെടുന്നത് മില്ലി സെക്കൻഡുകൾ കൊണ്ടാണ്. പിന്നെയുള്ളത് പക്ഷേ ഒരു മോറൽ തിങ്കിങ് എന്നൊന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? അതാണ് 2ാമത്തെ പോയിന്റ്. അത് സാമൂഹിക പ്രയോഗത്തിന് വേണ്ടിയിട്ടാണ്. കാരണം ഞാൻ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്നത് ഇയാൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട്, സ്വയം ബോധ്യപ്പെടുത്തേണ്ടത്, മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ടത്. അതിനു വേണ്ടിയുള്ള ശ്രമമാണ്, സാമൂഹിക ബോധ്യപ്പെടുത്തലിന് വേണ്ടിയാണ്. അതിനാണ് പലപ്പോഴും നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, ഈ ട്രോളി പ്രശ്നം അല്ലെങ്കിൽ കൊലപാതകം, ഈ പ്രശ്നത്തിനെ കാന്റ് എങ്ങനെ സമീപിച്ചു എന്നുള്ളത് അതൊരു ആഫ്റ്റർ തോട്ടാണ്. പിന്നീട് ചെയ്തിട്ട് പിന്നീട് അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് അതിനെന്താണുള്ളത്? ഒരു സാമൂഹ്യ പ്രയോഗമാണത്. 3ാമത്തേത് ധാർമ്മികതയാണ് ഒരു സമൂഹത്തെ നിർമ്മിക്കുന്നത്. 4ാമത്തേത് ധാർമ്മികത എന്നത് നമ്മൾ ഈ കണ്ട 2 എണ്ണം മാത്രമല്ല 3 എണ്ണവും കൂടി ഉണ്ട്. അതാണ്. അപ്പോൾ ഈ 4 അടിസ്ഥാനമായ തത്വങ്ങൾ. ആദ്യം നമ്മൾ ധാർമ്മിക സ്വയമറിവ് എന്ന് പറയാം. ഇൻറ്റ്യൂഷനാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ വികാരങ്ങളാണ് അതിലൂടെയാണ് തീരുമാനം എടുക്കുന്നത്. വളരെ സ്വയമറിവിലൂടെയാണ് തീരുമാനം എടുക്കുന്നത്. അതാണ് ആദ്യം. പാഷൻ, സെൻറ്റിമെൻറ്റ്സ്. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നാണ് തീരുമാനമെടുക്കുന്നത്, ജഡ്ജ്മെൻറ്റ്. അതൊക്കെ ഒരു മില്ലി സെക്കൻഡ് കൊണ്ട് ഈ വികാരങ്ങൾ കൊണ്ട് തീരുമാനം എടുക്കപ്പെട്ട് കഴിഞ്ഞു. ഇത് മോറലി ശരിയാണോ അല്ലയോ എന്നുള്ള തീരുമാനം. പിന്നെയാണ് റീസണിങ് വരുന്നുള്ളൂ, പിന്നെയാണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നുള്ളൂ. ഇത് മനുഷ്യൻ്റെ എന്ന് മാത്രമല്ല എല്ലാ ജീവികളുടെയും പെരുമാറ്റത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ്. കാരണം എന്താ വെച്ചാൽ അടുത്തു പോകണോ ഓടണോ, അപ്രോച്ച് അവോയ്ഡ്, ഇണയാണോ ഇരയാണോ, ഇര പിടിക്കാൻ വരുന്നവനാണോ, ഇങ്ങനെ നമ്മളൊരു മൃഗമാണ് നമ്മൾ ആലോചിക്കണം. നമ്മളാരും കളിമണ്ണുണ്ടാക്കി ഊതി ഇറക്കിയതല്ല. നമ്മൾ പരിണാമത്തിലൂടെ ഉണ്ടായിട്ട് വന്നിട്ടുള്ള മറ്റു ജീവികളെ പോലെ തന്നെ ഉള്ള ഒരു ജീവിയാണ്, ജന്തുവാണ്. ആ പരിണാമ ചരിത്രത്തിൻ്റെ മുദ്രകൾ നമ്മളിരിപ്പുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എല്ലാ മൃഗങ്ങളും മില്ലി സെക്കൻഡുകളുണ്ട്. ഒന്ന് കാണുമ്പോൾ അതിനെ അടുത്ത് പോകണോ വേണ്ടിയോ, അപ്രോച്ച് ഓർ അവോയ്ഡ്, ആ റെസ്പോൺസ് വളരെ മില്ലി സെക്കൻഡിൽ നടക്കുന്നതാണ്. അവിടെ പുള്ളി പൊന്തയിൽ പളുങ്ങുന്നുണ്ട് എന്ന് ഒരു ആന തീരുമാനിക്കുമ്പം കുത്താനങ്ങ് പോവാണ്. പിന്നെ മനസ്സിലായോ?
അപൂർവമായിട്ടാണ് അതിനെപ്പറ്റി അതിനെ ചെയ്യാതിരിക്കുന്നതാണ്. അപ്പോൾ ഒരു ഇരപിടിയൻ അടുത്തെങ്ങാനും ഉണ്ടെങ്കിൽ 4 കാലും പറിച്ച് ഓടുക എന്നതാണ്. അപ്പോൾ ഒന്നുകിൽ ഓടുക, അതല്ലെങ്കിൽ അങ്ങോട്ട് പോവുക. അപ്പോൾ വൈകാരിക പ്രാധാന്യമുള്ള എന്തിനോടും നമ്മുടെ എന്നാൽ എല്ലാ മൃഗങ്ങളുടെയും പ്രതികരണം അതിവേഗത്തിലാണ്. അപ്പോൾ ഈ ധാർമ്മിക സ്വയം അറിവ് ഈ അടുത്ത് നമ്മൾ ടി വിയിൽ കാണാനിടയായത് ഒന്ന് കാണാം. കാരണം ഒരു മില്ലി സെക്കൻഡ് കൊണ്ട് തീരുമാനം എടുത്തു കഴിഞ്ഞു. ഒന്നും അതിനെ പേര് അറിഞ്ഞിട്ടല്ല. നവംബർ 2 ഞായറാഴ്ച കൊച്ചിയിൽ നടത്താനിരുന്ന ഇത് നടപ്പില്ല എന്നാണ്. മൂപ്പര് ഇതിനെപ്പറ്റി എന്താണെന്ന് പോലും അറിഞ്ഞിട്ടില്ല എന്നാണ്. അദ്ദേഹത്തിന് ഇത് കണ്ടപ്പോൾ തന്നെ ആ മില്ലി സെക്കൻഡ് കൊണ്ട് അദ്ദേഹം തീരുമാനം എടുത്തു കഴിഞ്ഞു, ഇത് നടപ്പില്ല. അപ്പോൾ വികാരങ്ങളിൽ നിന്ന് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. ധാർമ്മിക തീരുമാനങ്ങൾ ഇങ്ങനെയാണ് എടുക്കപ്പെടുന്നത്. ആലോചിച്ച് തീരുമാനിച്ച് ഈ ചുംബന സമരം എന്ന് പറയുന്ന ഈ സാധനം എന്താണ് എന്ന് ആലോചിച്ച് ചിന്തിച്ചിട്ട് മൂപ്പരെ എതിർക്കാൻ മതി. ഒരു കണ്ടു മൂപ്പരെ അത് പിടിച്ചില്ല, ഒറ്റ അടിയാണ്. ഇത് നടപ്പില്ല. ഇതാണ് ഇൻറ്റ്യൂട്ടീവ് പ്രൈമസി എന്ന് പറയുന്നതിൻ്റെ ആദ്യത്തെ സിദ്ധാന്തം. നമ്മുടെ ധാർമ്മിക പ്രതികരണങ്ങളുടെ ധാർമ്മിക മനഃശാസ്ത്രത്തിൻ്റെ 4 സിദ്ധാന്തങ്ങളിൽ ആദ്യത്തെ സിദ്ധാന്തമാണ് ഇൻറ്റ്യൂട്ടീവ് പ്രൈമസി. ഈ ഇൻറ്റ്യൂഷനാണ് നമ്മൾ നയിക്കുന്നത്, ഒന്നും ആലോചിച്ചിട്ടല്ല. അപ്പോൾ നവംബർ 2 നടക്കാത്ത കാര്യമാണ്. അപ്പോൾ ഒരു ഇവാലുവേറ്റീവ് ഫീലിംഗ് എന്നാണ് നമുക്കുണ്ടാകുന്നത്. പെട്ടെന്ന് മോറൽ ഇൻറ്റ്യൂഷൻ, ധാർമ്മിക സ്വയമറിവ് എന്താണ്? ഇതിന് ഇവാലുവേറ്റീവ് ഫീലിംഗ്. അപ്പോൾ നല്ലത്, ഗുഡ് ബാഡ്, ലൈക്ക് ഡിസ്ലൈക്ക്, ഇഷ്ടപ്പെടുന്നില്ല, നല്ലത് പൊട്ട, ഒരു മില്ലി സെക്കൻഡോട് തീരുമാനമായി. ഇതാണ് ധാർമ്മിക സ്വയമറിവ്. പക്ഷെ എപ്പോഴും ഇങ്ങനെ കൊടുങ്കാറ്റ് പോലെ ആയിക്കൊള്ളുന്നില്ല. അതും കൂടെ നമ്മൾ ചിലപ്പോൾ നമുക്ക് ചില ധാർമ്മിക തിരിച്ചറിവുകൾ ചെറിയൊരു വികാരത്തിൻ്റെ ചെറു മിന്നായങ്ങളും മാത്രം ഉണ്ടാക്കാം. അപ്പോൾ പതുക്കെ ചെന്ന് അതായത് ഒരു എടുക്കുന്ന തീരുമാനം പെട്ടെന്നാണ്, പക്ഷെ അത് ഇത്രയും ഭീകരമായ ഒരു വികാര സുനാമി ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല. ചെറിയൊരു മിന്നായം, മനസ്സിലായ എ സട്ടിൽ ഫ്ലാഷസ് ഓഫ് എഫക്റ്റ് എന്ന്. അത് ഉദാഹരണത്തിന് 6-ാം തമ്പുരാനിൽ അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് മലയാള സിനിമകളിൽ കാണാം. ആണുങ്ങൾ പെണ്ണുങ്ങൾ അടക്കിയിരുന്ന സംഭവമുണ്ട്. ഇല്ല ഡയലോഗ് അടിച്ച് അങ്ങനെ നീ വെറും പെണ്ണാണ് എന്നൊക്കെ പറയുമ്പോൾ കൊള്ളാം അങ്ങനെ ഈ പൊതുവേ പുരുഷ ആൾക്കാർക്ക് അപ്പോഴാണ് പലപ്പോഴും തിയേറ്ററിൽ കയ്യടി വരിക. അപ്പോൾ ഇത് ഈ സബ്റ്റിൽ ഫ്ലാഷസ് ഓഫ് ഇഫക്റ്റ് ആണ്. ഇത്രയും വികാരമില്ല, പക്ഷേ ഇത് കാണിക്കുന്നത് ഇതൊരു മോറൽ ജഡ്ജ്മെൻ്റാണ്. അതിഷ്ടമായി, അസലായി, പെണ്ണുങ്ങൾക്ക് അത്ര അഹങ്കാരം പാടില്ല. ഇതുപോലെയുള്ള ഒരുപാട് മോറൽ തീരുമാനങ്ങൾ ഇങ്ങനെ എടുക്കപ്പെടുന്നുണ്ട്. പല തീരുമാനങ്ങളും ചിലത് ഇതുപോലെ നടപ്പില്ല എന്ന വികാര സുനാമിയാവും, ചിലത് അസലായി ചെറിയൊരു ഫ്ലാഷസ് ഓഫ് ഇഫക്റ്റ്. പക്ഷെ എന്തായിരുന്നാലും ദർ ഇസ് ഇൻറ്റ്യൂട്ടീവ് പ്രൈമസി. ഒരു വികാരപരമാണ് എല്ലാ തീരുമാനങ്ങളും. വളരെ പെട്ടെന്ന് തന്നെ ഇതുണ്ടാവും. ചിലപ്പോൾ അത് സുനാമിയായിട്ട് വരാം, ചിലപ്പോൾ ചെറിയൊരു ഇളം മന്ദമാരുന്നതായും വരാം. അത് തന്നെ എനിക്ക് തൊഴിക്കാനൊരു പെണ്ണി ആവശ്യമുണ്ട്, അവളുടെ അഹങ്കാരം കുറക്കണം എന്നൊക്കെ പറയുന്ന ഡയലോഗുകളൊക്കെ ഈ കയ്യടി വരുന്നത് ഇതുകൊണ്ടാണ്. മോറൽ തിങ്കിങ് ഈസ് ഫോർ സോഷ്യൽ ഡൂയിങ്. ധാർമ്മിക ചിന്ത സാമൂഹിക പ്രയോഗത്തിന് എന്നുള്ള സംഗതി. 3 അല്ല 2 വേണ്ടത് അവിടെ. ഈ ധാർമ്മിക ന്യായീകരണങ്ങൾ എന്നത് പിൻചിന്തകളാണ്. ആദ്യം തന്നെ ഈ വികാരം വന്ന് നമ്മൾ തീരുമാനമെടുത്തു കഴിഞ്ഞു. പിന്നെയുള്ള എല്ലാ വിശദീകരണങ്ങളും 100-99 വെറും ന്യായീകരണങ്ങൾ മാത്രമാണ്. പിന്നെ ഇത് ആലോചിച്ചിട്ട് ഞാൻ ചെയ്ത് ശരിയായോ തെറ്റായോ എന്നല്ല, ഒട്ടുമിക്കപ്പോഴും ധാർമ്മിക തീരുമാനങ്ങൾ നടക്കുന്നത് എന്നാണ് സത്യം. പിന്നെ ഇയാളൊരു വക്കീലിനെ പോലെയാണ് പെരുമാറുക. മൂപ്പരെന്ത് ചെയ്യും? അനുഗുണമായ തെളിവുകൾ മാത്രം ശേഖരിക്കും. ബോധപൂർവം അങ്ങനെ പറ്റൂ പലർക്കും. അതാണ് നമ്മുടെ തലച്ചോറിൻ്റെ പ്രത്യേകത. കാരണം സാമൂഹികമായി അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. സാമൂഹിക പ്രയോഗമാണ് പിന്നീട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്നത്. ധാർമ്മിക ന്യായീകരണങ്ങൾ പിൻചിന്തകളാണ്. അതാണ് 2ാമത്തെ കാര്യം. കാരണം എന്താണ്? പരിണാമപരമായി ഇതൊരു ഭാഷാപരമായ കാര്യമാണ്. ഈ ധാർമ്മിക ന്യായീകരണം എന്നത് ഭാഷയിലൂടെ നടക്കുന്നൊരു കാര്യമാണ്. അതിനെ ഭാഷയിലാക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭാഷയൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പേ ധാർമ്മികതയുണ്ട്. കുരങ്ങന്മാർക്ക് ഭാഷയില്ലല്ലോ, അവർക്കും ധാർമ്മികതയുണ്ട്. അത് വളരെ പെട്ടെന്ന് നടന്നു കഴിഞ്ഞു അവിടെ. അതിനുശേഷം മനുഷ്യന് മാത്രം സാധ്യമായൊരു സംഗതിയാണ് അവൻ്റെ ഭാഷാപരമായ കഴിവുകൾ വെച്ചുകൊണ്ട് ഇതിനെ ന്യായീകരിക്കുക എന്നുള്ളത്. ആ ന്യായീകരണം എപ്പോഴും വെറും ന്യായീകരണങ്ങളാണ്. അവിടെ ഒരു ശാസ്ത്രജ്ഞൻ്റെ അന്വേഷണ കൗതുകമല്ല വരുന്നത്, ഒരു വക്കീലിൻ്റെ വാചാടോപ കഴിവുകൾ മാത്രമാണ്, വൈദഗ്ധ്യം മാത്രമാണ്. ഡ്യുവൽ പ്രോസസ്സിംഗ് മോഡൽ ഓഫ് ബിഹേവിയർ അങ്ങനെ ഒരു വിശദാംശത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ വൈകാരിക പ്രാധാന്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായി ചർച്ച ചെയ്യാനും സത്യാന്വേഷണം നടത്താനും നമുക്ക് കഴിയാം, കാലാവസ്ഥയെക്കുറിച്ചൊക്കെ. എന്നാൽ ധാർമ്മികരെ സംബന്ധിച്ച കാര്യങ്ങളിൽ ചിന്തിക്കുന്നത് ആരാണ്? നമ്മുടെ തലക്കുള്ളിലെ വക്കീലാണ്. ഞാൻ ചെയ്തതിനെ ന്യായീകരിക്കാനാണ്.
പിന്നെയാണ് ഞാൻ എന്തുകൊണ്ടത് ചെയ്തു എന്നുള്ള ന്യായീകരണങ്ങളൊക്കെ ഇയാൾ പിന്നെയാണ് കണ്ടെത്തുന്നത്. പുറത്തുനിന്നാലും അകത്തുനിന്നാലും ഒക്കെ അത് അദ്ദേഹം കളക്ട് ചെയ്യാണ്. തനിക്കാവശ്യമായ വാദമുഖങ്ങൾ പെറുക്കിയെടുത്ത് ചാതുര്യത്തോടെ നിരത്തുന്ന സ്വന്തം വക്കീൽ. ഇതാണ് ധാർമ്മിക ചിന്ത സാമൂഹിക പ്രയോഗത്തിന് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഒരു ഉദാഹരണം കാണിച്ചു തരാം. ഇതേ നേരത്തെ ചൂടായ ഈ മോറൽ റെസ്പോൺസ് നടത്തിയ ആളുടെ മോറൽ തിങ്കിങ് എങ്ങനെ വരുന്നു എന്നുള്ളത് ഇത് ഒരു ചാനലിൽ അദ്ദേഹം നടത്തിയ ചർച്ചയാണ്. അതിനുശേഷം എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ കിസ് ഓഫ് ലവ് എന്ന് പറയുന്ന പ്രവർത്തകരാണെന്നും അവർ നവംബർ 2 മറൈൻ ഡ്രൈവിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ സംഘടിപ്പിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഇതൊരു കേരള സംസ്കാരത്തിന് യോജിച്ച ഒരു പ്രവർത്തനമല്ല നിങ്ങൾ കാണിക്കുന്നത്. കാരണം വരും തലമുറയ്ക്ക് വളരെയധികം ദോഷം വരുന്ന രീതിയിലാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഫേസ്ബുക്കിൽ വളരെയധികം ചെറുകുട്ടികളടക്കം അധികം പേര് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് ഫേസ്ബുക്ക്. അതിലൂടെ ഇവർ ആവർത്തിക്കുന്നത്, അതായത് ഞാനിന്ന് ഇവരുടെ ഫേസ്ബുക്കിലെ ഈ കിസ് ഓഫ് ലവ് എന്ന് പറയുന്ന സൈറ്റിൽ ഞാൻ കയറി അവരുടെ സൈറ്റ് ഞാൻ പരിശോധിച്ചു. അപ്പോൾ അവരുടെ ഓരോ സൈറ്റിലും, അതായത് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള ഓരോ പിക്ചറുകളും കാര്യങ്ങളുമാണ് അവരുടെ സൈറ്റുകളിലുള്ളത്. അതിൽ കുറച്ച് ഞാനിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഇതൊക്കെ പിന്നെയാണ് ചെയ്യുന്നത്. ഇതൊക്കെ കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം ഈ വെബ്സൈറ്റിൽ പോകുന്നതും അതിൻ്റെ ചിത്രങ്ങൾ ശേഖരിച്ചിവിടെ കൊണ്ടിരുന്നതും എല്ലാം ഇദ്ദേഹം പിന്നീടാണ് നടത്തിയത്. എന്താണെന്ന് പോലും അറിയാതെയാണ് അദ്ദേഹം ആദ്യം ഇൻറ്റ്യൂട്ടീവ് റെസ്പോൺസ് നടത്തിയത്. അതിനുശേഷമാണ് മോറൽ തിങ്കിങ് വരുന്നത്. ഇത് കൃത്യമായ നമ്മുടെ മോറൽ സൈക്കോളജിയുടെ മാനസിക വ്യാപാരത്തിൻ്റെ മോറൽ സൈക്കോളജിയുടെ ടെക്സ്റ്റ് ബുക്ക് കേസാണ്. 1ഉം 2ഉം അതിലെ ഇൻറ്റ്യൂട്ടീവ് പ്രൈമസി, പിന്നീട് മോറൽ തിങ്കിങ് ഫോർ ആസ് എ സോഷ്യൽ, ഒരു സാമൂഹിക ഫംഗ്ഷന് വേണ്ടിയിട്ട്, സാമൂഹിക ധർമ്മത്തിന് വേണ്ടി ഒരു ചർച്ചയിൽ വരുമ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത്, ഇത് നമ്മുടെ സംസ്കാരത്തിന് യോജ്യമല്ല. ഇതൊന്നും ആലോചിച്ചിട്ടില്ല അദ്ദേഹം പറയുന്നത്. ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞു. പിന്നെ അതിന് ന്യായീകരണങ്ങൾ, ഇത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല. അവരുടെ വെബ്സൈറ്റിൽ ഞാൻ പിന്നീട് പരിശോധിച്ചപ്പോൾ ഇതൊക്കെ കാണാനിടയായി. പക്ഷേ ഇത് കണ്ടിട്ടാണോ അദ്ദേഹം ഇത് ചെയ്തത്? അതൊന്നും അവിടെ ആരും ചോദിക്കാനില്ല. കാരണം അങ്ങനെ അതല്ല, ഇദ്ദേഹത്തിന് മാത്രം കുഴപ്പമില്ല. നമ്മൾ ഓരോരുത്തരും നമുക്കിഷ്ടപ്പെട്ട പല ധാർമ്മികത ഇഷ്ടപ്പെടുകയോ വെറുക്കുകയോ ചെയ്യുന്നതിനെ സമീപിക്കുന്നത് ഇങ്ങനെ തന്നെ ആവും. യുക്തിചിന്തയുടെ ഒരു ധർമ്മം എന്നത് തന്നെ ഈ തരത്തിലുള്ള പരിണാമപരമായ പ്രവണതകളോടുള്ള യുദ്ധമാണ്. ഇത് പലവട്ടം ആവർത്തിച്ചിട്ടാണ്. ഇപ്പോൾ പരിണാമപരമായി നമുക്കൊക്കെ മധുരം വളരെ ഇഷ്ടമാണ്. മധുരം കഴിക്കുക, കാരണം എത്ര കിട്ടുന്നിടത്തോളം മധുരം കിട്ടുന്നിടത്തോളം കഴിക്കാനുള്ള മാനസിക അനുകൂലനമാണ് നമുക്ക് ഉള്ളത്. എന്ന് വെച്ച് ഇന്നത് കഴിച്ചാൽ രോഗം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ശരിയല്ല എന്ന് അറിഞ്ഞ് പഞ്ചസാരയും ശർക്കരയും തേനും ഒക്കെ ഒഴിവാക്കണം. ഇതൊരു യുക്തിചിന്തയാണ്. ഇതേപോലെയാണ് നമ്മുടെ മാനസിക പ്രവർത്തനങ്ങളിലും ഉള്ള ഇതുപോലുള്ള പ്രാകൃതമായ പൂർവികമായ ബാധ്യതകളെ തിരിച്ചറിഞ്ഞ് കുറേ കൂടി ശാസ്ത്രീയമായി യുക്തിസഹമായി പ്രതികരിക്കാൻ ശ്രമിക്കുക എന്നത്. ഇത്ര വികാരപരമായി ഞാൻ ഇങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് എനിക്കറിയാം, കാരണം ഞാൻ മനുഷ്യനാണെന്നുള്ളതുകൊണ്ട്. അപ്പോൾ പ്രതികരണത്തിന് എന്ത് ചെയ്യണം? നമ്മൾ അങ്ങനെ പ്രതികരിക്കാതിരിക്കാൻ ശ്രമിക്കണം. അതാണ് യുക്തിയില്ല. ഇനി മൂന്നാമത്തെയും നാലാമത്തെയും ധാർമ്മികത സമൂഹത്തെ നിർമ്മിക്കുന്നു. മൊറാലിറ്റി ബൈൻഡ്സ് ആൻഡ് ബിൽഡ്സ്. ധാർമ്മികത എന്നത് നീതിബോധവും സഹാനുഭൂതിയും മാത്രമല്ല. അടുത്ത 2 പോയിന്റുകൾ. അപ്പോൾ നമ്മൾ ആ നിർവചനത്തിലേക്ക് ഒന്നുകൂടി വരിക. എന്താണ് ധാർമ്മികത എന്നത്? സ്വാർത്ഥതയെ നിയന്ത്രിക്കാനും സാമൂഹ്യ ജീവിതം സാധ്യമാക്കാനും വേണ്ടി സംയുക്തമായി പ്രവർത്തിക്കുന്ന ചില മൂല്യങ്ങൾ, വഴക്കങ്ങൾ, സ്ഥാപനങ്ങൾ, മാനസിക പ്രവർത്തനങ്ങൾ, ഇതൊക്കെയുള്ളതാണ് ധാർമ്മികത. അപ്പോൾ ഈ 2 കാര്യങ്ങളെയും മനസ്സിലാക്കാൻ നമ്മൾ നേരത്തെ വഴിയിൽ ഉപേക്ഷിച്ചു പോയ 3 അടിസ്ഥാന ഘടകങ്ങളിലേക്ക് വീണ്ടും തിരിച്ചു വരേണ്ടതുണ്ട്. 5 അടിസ്ഥാന ഘടകങ്ങളാണ് മാനസിക അടിസ്ഥാന ഘടകങ്ങളാണ് ധാർമ്മികതക്കുള്ളത്. അതിൽ ആദ്യത്തെ 2 സഹാനുഭൂതിയും നീതിബോധവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി 3 ഉണ്ട്. ഒന്ന് ഇൻ ഗ്രൂപ്പ് അല്ലെങ്കിൽ ലോയൽറ്റി, സ്വഗോത്രം, കൂറ്. ഇതൊക്കെ പരസ്പരം ബന്ധപ്പെട്ടാണ്. ട്രൈബലിസം എന്ന് പറയുമ്പോൾ നമ്മളത് വിശദമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതോറിറ്റി, റെസ്പെക്റ്റ്, അതാണ് വേറൊന്ന്. മേൽക്കോയ്മ, അനുസരണം, വിധേയത്വം, പ്യൂരിറ്റി, സാങ്ക്ടിറ്റി, ശുദ്ധി, പവിത്രത. ഇങ്ങനെ 3 ഉണ്ട്. അപ്പോൾ ഈ സ്വഗോത്രത്തോടുള്ള സ്നേഹം, അതുപോലെ തന്നെ കൂറ്, ഈ സ്വഗോത്ര സ്നേഹമാണ് വ്യക്തിപരമായ കൂറുകളായും പലതരത്തിലുള്ള രാജ്യസ്നേഹമായും ഒക്കെ വികസിക്കുന്ന ധാർമ്മികതയുടെ വിത്ത് കിടക്കുന്നത് ഇവിടെയാണ്. അതിൻ്റെ അടിസ്ഥാനം ഇവിടെ കിടക്കുന്നത്. ഇതര ഗ്രൂപ്പ് ഇതെന്തുകൊണ്ടുണ്ടായി? എന്തുകൊണ്ട് ഇത് പരിണമിച്ചു വന്നു നമുക്ക് ഈ ഗോത്രത്തോടുള്ള സ്നേഹം എന്നത്?
ഇതര ഗോത്രങ്ങളുമായുള്ള മത്സരം, ഗോത്രത്തിനകത്തെ ഗ്രൂപ്പുകൾ തമ്മിലുള്ള മത്സരം, ഇതിലൂടെയൊക്കെയാണ് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി മനുഷ്യൻ പരിണമിച്ച് വന്നിട്ടുള്ളത്. അതിന് ഒരു അനുഗുണമായ മാനസിക അനുകൂലം. മനസ്സ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ഓർക്കുക, മനസ്സ് എന്നാൽ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനം മാത്രമാണ്. മനസ്സിൻ്റെ അനുകൂലങ്ങളിൽ മസ്തിഷ്കത്തിൻ്റെ അനുകൂലം എന്നേ അർത്ഥമുള്ളൂ. പ്രൈമേറ്റുകളുടെ അധികാര ശ്രേണിയുടെ പശ്ചാത്തലത്തിലാണ് അതോറിറ്റി, വിധേയത്വം എന്നത് ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് പലർക്കുമുണ്ട് വിധേയത്വം എന്നത്. ഈ വിധേയത്വം ഉള്ളതുകൊണ്ടാണ് ആനകളെ പാപ്പാൻ അനുസരിപ്പിക്കാൻ പറ്റുന്നത്. കാരണം ആനകളുടെ മസ്തിഷ്ക പ്രവർത്തനം വിധേയത്വത്തിനാണ്. അതിൻ്റെ ഇത്ര ശക്തിയാണെങ്കിലും ആനയുടെ ശക്തി അറിയില്ല എന്നാണ് നമ്മൾ പറയാം. ആനയുടെ കൂട്ടത്തിൻ്റെ തലവനെ അനുസരിക്കുക എന്ന സ്വഭാവമാണ് അതിൻ്റെ മസ്തിഷ്കത്തിൽ. അതിൻ്റെ മോറൽ സൈക്കോളജി അങ്ങനെയാണ്. അതിൻ്റെ ധാർമ്മിക അനുകൂലനം അങ്ങനെയാണ്. അതൊരു ധാർമ്മികതയാണല്ലോ. അതുകൊണ്ടാണ് നമുക്ക് അതിനനുസരിപ്പിക്കാൻ പറ്റുന്നത്. അതിനെ നമ്മൾ ഹൈജാക്ക് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ ഗോത്രത്തിൻ്റെ തലവനായി, ഈ കൂട്ടത്തിൻ്റെ തലവനായി പാപ്പാൻ സ്വയം അഭിഷിക്തനാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മുടെ കുരങ്ങന്മാരുടെ പ്രൈമേറ്റുകളിലും ഈ അധികാര ശ്രേണിയുണ്ട്. അതുകൊണ്ട് നമുക്ക് ആനകളിൽ എന്ന പോലെ നമുക്കും അനുസരിക്കുകയും അധികാരം നേടുകയും ഒക്കെയുള്ള അതോറിറ്റി റെസ്പെക്റ്റ് എന്നുണ്ട്. പിന്നെ ഒന്ന് മറ്റു മൃഗങ്ങളിൽ കാണാത്തൊരു സംഗതിയാണ് ശുദ്ധി, പവിത്രത. പല മതങ്ങളുടെയും വലിയൊരു സംഗതി വരുന്നത് ഈ ശുദ്ധി എന്നതിൻ്റെ കൺസെപ്റ്റാണ്, പവിത്രത. അത് പല തരത്തിൽ ഈ 3 അടിസ്ഥാനപരമായ കാര്യങ്ങൾ. അതിനെ ബൈൻഡിങ് ഫൗണ്ടേഷൻസ് എന്നാണ് പറയുക. സമൂഹത്തിനെ, ഗോത്രത്തിനെ, കുലത്തിനെ ഒന്നിച്ചു നിർത്തുന്ന ഘടകങ്ങളാണ് ഇതൊക്കെ. അതിൽ നമ്മൾ വിട്ടുപോയ 2 കഴിഞ്ഞ് മൂന്നാമത്തേത് ഇൻഗ്രൂപ്പ് ലോയൽറ്റി. ഇൻഗ്രൂപ്പ് അല്ലെങ്കിൽ ലോയൽറ്റി, സ്വഗോത്രം, കൂറ്. ഇത് നമ്മൾ ആ ട്രൈബലിസത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. ഒരു സംഘം ആൾക്കാരെ നമ്മൾ ക്രമമൊന്നുമില്ലാതെ 2 ഗ്രൂപ്പായി തിരിച്ചൊരു കളി ആരംഭിച്ചാൽ ഓരോ ആളും ആ ഗ്രൂപ്പിലെ അംഗമായി സ്വയം തിരിച്ചറിയാൻ തുടങ്ങും. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു ക്ലാസ്സിലെ കുട്ടികളെ 2 വിഭജിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു ലോട്ടിട്ട് തിരിച്ചാൽ മതി. എന്നിട്ട് 2 വിഭജിച്ച് നമ്മൾ ആ ഗ്രൂപ്പിനോട് കുറി പുലർത്താൻ തുടങ്ങും. അത് മനുഷ്യ അടിസ്ഥാന സ്വഭാവമാണ്. ഇതൊരു ധാർമ്മികമായ നമ്മുടെ അടിത്തറയാണ്. ഇതുകൊണ്ടാണ് ഇൻ ഗ്രൂപ്പ് ലോയൽറ്റി. നാം നല്ലവരും ഭീഷണി നേരിടുന്നവരും പ്രതിരോധത്തിന് നിർബദ്ധരുമാവുകയും അവർ ഈ ഗോത്രത്തിന് പുറത്തുള്ളവരൊക്കെ സംശയിക്കപ്പെടേണ്ടവരും ആക്രമണകാരികളും നമുക്ക് ഭീഷണിയുമൊക്കെ ആവുന്നത്. ഇതും ഒരു നമ്മുടെ ധാർമ്മിക അടിസ്ഥാനമാണ്. ഇത് വളരെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഇതിൽ നിന്നാണ് ദേശസ്നേഹമൊക്കെ ഉണ്ടാകുന്നത്. ദേശസ്നേഹം എന്ന ഇതിനെ ബെർട്രൻഡ് റസ്സലും ആൽബർട്ട് ഐൻസ്റ്റീനും ഒക്കെ വളരെ തള്ളിക്കളയുന്നതാണ്. അതായത് ആധുനിക ജ്ഞാനോദയാനന്തര ആധുനിക സമൂഹങ്ങളിൽ ഈ ദേശസ്നേഹം എന്ന് പറയുന്ന വികാരമൊക്കെ അത്ര കേമമായി കൊണ്ടാടപ്പെടുന്നതല്ല. ഏതായാലും ഈ മനുഷ്യ കുലത്തിൻ്റെ ഏറ്റവും മികച്ച പ്രതിനിധികളെന്ന് പറയാവുന്ന ഐൻസ്റ്റീനൊക്കെ പറയുന്നതാണ് ഹീറോയിസം ഓൺ കമാൻഡ്, senseless violence and all the loathsome nonsense that goes by the name of patriotism. How passionately I hate them എന്നാണ് ഐൻസ്റ്റീൻ പറയാം. ഏറ്റവും നമ്മുടെ ആധുനിക സമൂഹത്തിൻ്റെ, ആധുനിക മനുഷ്യൻ്റെ ഒരു വലിയ ഒരു ഉദാഹരണമായി കാണിക്കാവുന്ന ഐൻസ്റ്റീൻ പറയുന്നത്. അപ്പോൾ ഇത് വരുന്നത് നമ്മുടെ ഇൻഗ്രൂപ്പ് സ്വഗോത്ര സ്നേഹം പരഗോത്ര ശേഷം ഉണ്ടാക്കുന്ന ഇൻഗ്രൂപ്പ് ഓർ ലോയൽറ്റി എന്ന് പറഞ്ഞ ആ ഘടകത്തിൽ നിന്നാണ്, മാനസിക ഘടകത്തിൽ നിന്നാണ്. അത് വളരെ അപകടം പിടിച്ചാണ്. കുറഞ്ഞ അളവിൽ മാത്രമേ സേവിക്കാവൂ. ഇല്ലെങ്കിലാണ് ഇതുപോലെയുള്ള അമിത ദേശസ്നേഹം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണേണ്ടി വരുന്നത്. 4-മത്തേത് അതോറിറ്റി റെസ്പെക്റ്റ്. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വെറുതെ ഒരു അതോറിറ്റിയെ അനുസരിക്കാൻ, ആൾക്കാർക്ക് ഷോക്ക് കൊടുക്കാൻ പോലും നമ്മൾ തയ്യാറാവുന്നുണ്ട്. ഇതിൽ നിന്നാണ് തൻ്റെ രാഷ്ട്രീയ നേതാവിൻ്റെ മുന്നിൽ ഇന്ത്യൻ ഭരണഘടന, വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമുള്ള, വ്യക്തി സ്വാതന്ത്ര്യത്തെ ഊന്നുന്ന ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സ്ഥാനമേറ്റ ധനകാര്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മുന്നിൽ കമിഴ്ന്ന് വീഴുന്നത്. എന്തുകൊണ്ടാണ്? അതോറിറ്റി റെസ്പെക്റ്റ്. അവരുടെ ധാർമ്മിക ലോകം നിർമ്മിക്കപ്പെടുന്നത് ആധുനികമായ ധാർമ്മിക ലോകമല്ല. ആധുനിക ധാർമ്മിക ലോകം പ്രധാനമായി ഊന്നുന്നത് ഇൻഡിവിജ്വലൈസിങ് ഫൗണ്ടേഷൻസിലാണ്. പഴയ ലോകം ഊന്നിയിരുന്നത് ഇതിലൊക്കെയുമാണ്. അവിടെ ഈ മറ്റ് 3 ഘടകങ്ങളുണ്ടല്ലോ, ബൈൻഡിങ് ഫൗണ്ടേഷൻസ്, അതിൽ അതോറിറ്റി റെസ്പെക്റ്റ് ഒക്കെ വളരെ പ്രധാനമാണ്. കമിഴ്ന്നടിച്ചു വീഴും. അതുപോലെയാണ് മതനേതാക്കൾക്ക് മുന്നിൽ രാഷ്ട്രീയ നേതാക്കൾ കമിഴ്ന്നടിച്ചു വീഴുന്നത്. ഒരു ദേശമൊട്ടാകെ ഒരു നേതാവിൻ്റെ മുന്നിൽ കമിഴ്ന്നടിച്ചു വീഴുന്നത്. ഇങ്ങനെയാണ് ഏകാധിപത്യങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. ഇതൊക്കെ ധാർമ്മിക പ്രശ്നങ്ങളാണ്. ധാർമ്മിക പ്രശ്നം ചുംബനം മാത്രമല്ല, ഇതൊക്കെ ധാർമ്മിക പ്രശ്നമാണ്. 5-മത്തേത് എന്താണ്? ശുദ്ധി, പവിത്രത. ഇതെന്താണിത്? ചില ആൾക്കാർ, ചില നദികൾ, ചില ഭക്ഷണങ്ങൾ, ഇതൊക്കെ പവിത്രമാണ്. ചില തരത്തിലുള്ള ജീവിതങ്ങൾ,
ഒരു സന്യാസിയുടെ മുന്നിൽ പോയിട്ട് ശാസ്ത്രജ്ഞൻ, കാരണം സന്യാസിയുടേത് എന്തോ പവിത്രമായ ജീവിതമാണ്. നമ്മൾ പോയി നമ്മൾ കുമ്പിടണം. അയാൾ എന്തൊക്കെ ചെയ്തിരുന്നാലും സന്യാസി എന്നയാൾ എപ്പോഴും കുമ്പിടപ്പെടുന്ന ആളാണ്. അത് ഈ പവിത്രത എന്ന സങ്കല്പത്തിനാണ്. എത്ര ദുർഗുണശാലിയായാലും ചില ജന്മങ്ങൾ നിത്യവിശുദ്ധരായിട്ട് കണക്കപ്പെടും. അതുപോലെ എത്ര മലിനമായാലും ചില നദികൾ പുണ്യനദികളായി തന്നെ തുടരും. ഇത് എന്തുകൊണ്ടാണ്? ഈ ശുദ്ധി, പവിത്രത എന്ന ഈ അടിസ്ഥാന ധാര യുക്തി ആയിട്ട് അതിന് വലിയ ബന്ധമൊന്നുമില്ല. ഒന്ന് ശുദ്ധമാണെന്ന് പവിത്രമാണെന്ന് ആ സമൂഹം അങ്ങോട്ട് തീരുമാനിച്ചാൽ നമ്മുടെ യൂണിവേഴ്സൽ മോറൽ ഗ്രാമറിൽ പെടുന്ന ഈ ശുദ്ധി, പവിത്രത എന്ന കൺസെപ്റ്റിനെ അതനുസരിച്ച് മോൾഡ് ചെയ്തോളും. അപ്പോൾ ഗംഗ ചിലർക്ക് പുണ്യഭൂമിയും ചിലർക്ക് അതൊരു ശവഭൂമിയുമായി കാണും. അപ്പോൾ അപ്പളത്തിൻ്റെ ഒരു പരസ്യമാണ്, അപ്പളത്തിൻ്റെ കവറ്. അപ്പളം എന്ന് വെച്ചാൽ തമിഴുകാരുടെ പപ്പളാണ്. പ്രിപ്പയർഡ് ബൈ ബ്രാഹ്മിൻസ്. എന്താ അർത്ഥം? എന്തോ ഒരു വിശുദ്ധ സാധനമാണ് ബ്രാഹ്മണന്മാരുണ്ടാക്കിയത്. പരസ്യം പ്രിപ്പയർഡ് ബൈ ബ്രാഹ്മിൻസ്. അവർക്കെന്തോ ഒരു വിശുദ്ധി ഉണ്ടെന്നാണ്. ഓം ബ്രാഹ്മണനാന്ന് വിയറ്റ്നാം കോളനിയിൽ പറയുന്നില്ലേ, ഒരു ബ്രാഹ്മണൻ. അതെന്തോ ഒരു സംഭവമാണെന്നാണ് വെച്ചിരിക്കുന്നത്. അത് വലിയ തമാശയാണ്. ഈ മിശ്ര വിവാഹങ്ങളെ ഇന്ത്യയിൽ എവിടെ ആയിക്കോട്ടെ പല മിശ്ര വിവാഹങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് പിന്നെ അവളവിടെ ഒരു മഹാരാഷ്ട്രക്കാരനാണ്, ബ്രാഹ്മണനാണ്, ബ്രാഹ്മണനായാൽ മതി, എന്തോ ആയിക്കോട്ടെ. അതേസമയം ബാക്കിയൊന്നും പ്രശ്നമല്ല. ഇന്ത്യയിലെ ഏത് ഒരു ബ്രാഹ്മണനാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകൃതമാണ്. അതല്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. എല്ലാ മിശ്ര വിഭാഗങ്ങളും അത് വലിയ ധാർമ്മിക പ്രശ്നമാണ്. അപ്പോൾ ഈ ധാർമ്മികത നിയന്ത്രിക്കുന്നത് ഈ ശുദ്ധി, പ്യൂരിറ്റി എന്നുള്ളത്, ശുദ്ധത. ചിലർക്ക് പുണ്യമൃഗം, ചിലർക്ക് ഇറച്ചി മൃഗം. അതിനെന്തുകൊണ്ടാണ്? ഇതാണ് സ്ഥിതി. ഇത് നോക്കൂ, ഒരേ വൃത്തികേടിനിടയിലാണ് ഈ പന്നിയും ഈ ആടും മേയുന്നത്. പക്ഷേ ആടിനെ തിന്നാം, പന്നി തിന്നാൻ പാടില്ല. പന്നി അശുദ്ധ മൃഗമാണ് എന്നുള്ളത് അത് മേയുന്ന അശുദ്ധി കൊണ്ട് വന്ന അശുദ്ധിയല്ല. അത് ഈ നമ്മുടെ ശുദ്ധി അശുദ്ധി എന്ന നമ്മുടെ യൂണിവേഴ്സൽ മോറൽ ഗ്രാമറിനെ മതധാർമ്മികത വളച്ചെടുത്ത് ഉണ്ടാക്കിയ പുതിയ ധാർമ്മിക ബോധമാണ്. പന്നി അശുദ്ധമാണ്, അല്ലെങ്കിൽ പശു പുണ്യമൃഗമാണ്. പശുവിന് അങ്ങനെ പുണ്യമൊന്നുമില്ല. ഈ പശുവിനെ ഇവിടെയും വന്നു. ഒരു ഭാഗത്ത് ഉണ്ടല്ലോ എരുമയുണ്ട്, പശു വന്നില്ല, പശുപ്പുറത്ത് അങ്ങനെയുള്ള. അപ്പോൾ പോർക്ക് പന്നിയിറച്ചി തിന്നാൻ പാടില്ല. നോ പോർക്ക് ഹലാൽ കിച്ചണാണ് ഇവിടെ. നോ പോർക്ക് ഇൻ മൈ ഫോർക്ക്. ഇവിടെ ചില ആൾക്ക് മാരിനേറ്റഡ് പോർക്ക് കബാബ്സ് ഗംഭീര സാധനമാണ്. അപ്പോൾ ഇവിടെ ഒരാൾക്ക് പോർക്ക് പറ്റില്ല. ഇതുകൊണ്ടാണ് കേരളത്തിൽ കാളനോ കാളയോ എന്ന ചോദ്യം വരുന്നത്. അത് ഉന്നയിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണത്. പ്യൂരിറ്റിയുടെ കാള അശുദ്ധം, കാളൻ ശുദ്ധം. ഇതേ ചോദ്യത്തിന് എക്സ്റ്റെൻഡ് ചെയ്താൽ കാളയോ പന്നിയോ എന്ന ചോദ്യം കൂടി നമുക്ക് ചോദിക്കാം. ഇതൊക്കെ പ്യൂരിറ്റിയുടെ എന്ന് വരുന്നത് തന്നെയാണ്. അപ്പോൾ ചളി കിടന്നാലും AC കൂട്ടിൽ വളർത്തിയാലും പന്നി അശുദ്ധമായത് തന്നെയാണ്. അതുകൊണ്ടാണ് സബ്വേക്കാർ പന്നിയിറച്ചി ഉപയോഗിക്കാതെ വരുന്നത്. ഒരിക്കൽ കടച്ചക്ക ചറിയിൽ ചേർത്തത് ഇറച്ചി മസാലയാണ്. ഇറച്ചി മസാല എന്ന് വെച്ചാൽ എന്തായാലും ഇറച്ചിയൊന്നുമില്ല അതിൽ കൊത്തമല്ലിയും മറ്റു സാധനങ്ങളൊക്കെ ചേർന്നുള്ള സാധനം ഇറച്ചി മസാല എന്ന് പറഞ്ഞ സാധനം. ഇത് ചേർത്തിട്ടാണ് കടച്ചക്കറി ഉണ്ടാക്കിയെന്ന് അറിയാതെ കഴിച്ചുപോയ ഒരു ബ്രാഹ്മണൻ സമീപമുള്ളൊരു മനുഷ്യൻ ഛർദ്ദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നീട് മനസ്സിലായി ഇത് ഇറച്ചി മസാല ചേർത്താണ് എന്ന്. ഇതാണ് പ്യൂരിറ്റിയുടെ ഒരു സംഗതി. പ്യൂരിറ്റി എന്നുള്ള ധാരണ, ശുദ്ധി എന്നുള്ള ധാരണ. ഇറച്ചി മസാല എന്ന പേര് പോലും, പന്നി എന്ന പേര് പോലും അറപ്പുണ്ടാക്കുന്നു. പശു എന്ന പേര് വിശുദ്ധ വികാരങ്ങൾ ഉണ്ടാക്കുന്നു. ഈ പ്യൂരിറ്റി, സാങ്ക്ടിറ്റി, ശുദ്ധി, പവിത്രത എന്നതാണ് എന്തുണ്ടാക്കുന്നത്? മെൻസ്ട്രുവൽ ടാബൂസ്. മാസക്കുള്ളിയുള്ളവരെ കടക്കാൻ പാടില്ല. നോ എൻറ്ററിങ് ഡ്യൂറിങ് മെൻസ്ട്രുവൽ പീരീഡ്സ്. അതുകൊണ്ട് ഈ പ്യൂരിറ്റി. ഇത് തമാശ നമ്മളിവിടെ മാത്രമല്ല. നമ്മൾ പലരും പറയാം ആദിവാസികളെ നോക്കൂ, അവരെല്ലാം മോറലി വളരെ ശരിയാണ്, പിന്നെയാണ് കറക്റ്റായെന്നാണ്. അവരുടെ ഇപ്പോൾ അവർക്കും വളരെ കർശനമായ ഈ മാസമുറ സംബന്ധിച്ച നിബന്ധനകളുണ്ട്. പുറത്തു വരാൻ പാടില്ല, അതിന് പ്രത്യേകം സമൂഹത്തിലേക്ക് വരാൻ പാടില്ല. അവരെ പ്രത്യേക ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി അതിനകത്ത് അടച്ചിടുക ചെയ്യുക. ആ സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇന്നും അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു മടിയില്ലാതെ കയ്യിലാണ് വാങ്ങുക ആൾക്കാർ. ആരും ആലോചിക്കുന്നില്ല ഇതൊരു പ്രശ്നമാണ്, ഇത് പ്യൂരിറ്റിയുടെ ഇതൊരു ശരിയല്ലാത്ത സംഗതിയാണെന്ന് ആരും ആലോചിക്കുന്നില്ല. ഇത് അസ്പൃശ്യത, തൊട്ടുകൂടായിക എന്നത് ആണ് ഈ ബ്രാഹ്മണൻ പ്രദർശിപ്പിക്കുന്നത് എന്ന് ആലോചിക്കുന്നതില്ല. അതിങ്ങനെ ആരും ഇവിടുത്തെ പ്രധാനമന്ത്രി അടക്കം പോയി കഴിഞ്ഞാൽ കൈ ഞാൻ ഇട്ടിട്ടേ വാങ്ങും, അല്ലാണ്ട് കൈ കൊടുക്കില്ല, ഇട്ട് കൊടുക്കാം. കേരളത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ കാണും. ഞാൻ അമ്പലത്തിൽ പോയിരുന്ന കാര്യത്തിലൊക്കെ അങ്ങനെ കാലത്തൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇതാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടല്ലേ, വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കയ്യിലാണ്. മനസ്സിലായാ? മോഹനം കുളിർ തണ്ണീര്, ഇത് ആശു ഇപ്പോഴും കയ്യിലാണ് ഒഴിച്ചു കൊടുക്കുക. മതിലുകൾ, ജാതി, വാൾ ഓഫ് അൺടച്ചബിലിറ്റി പുൾ ഡൗൺ എന്നാണ് തമിഴ്നാട്ടിൽ നടന്ന ഈ അടുത്ത കാലത്ത് വന്ന ഒരു ന്യൂസാണ്.
ഉണ്ടാക്കി കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പൊളിപ്പിച്ചു. ആര് തഹസിൽദാരും ജില്ലാ ഭരണാധികാരികളൊക്കെ വലിയ സമരങ്ങളൊക്കെ നടത്തി, ദളിതുകൾ സമരം നടത്തിയിട്ടാണ് ദളിതുകളുടെ ഏരിയ വേർതിരിച്ചുകൊണ്ട് ഈ ഹോളോ ബ്രിക്സ് വെച്ച് കെട്ടിയ ഈ മതിൽ പൊളിച്ചു കളയുന്നത്. ഇതൊക്കെ ഇങ്ങനെയാണ് പ്യൂരിറ്റി, ശുദ്ധി എന്ന ധാർമ്മിക അടിസ്ഥാനം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്നത്. കൈതിരാതെ കൊടുക്കുന്നു. ഈ വംശശുദ്ധി എന്നുള്ളതിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്? ഓണർ കില്ലിങ്ങുകൾ ഉണ്ടാവുന്നത്, അഭിമാന കൊലകൾ എന്ന് പറയും. മകളെ കൊന്നുകളിയാണ്, മകളെ കൊന്നുകളിയാണ്. പെണ്ണുങ്ങളാണ് രക്ഷിക്കപ്പെടുന്നത്. അഭിമാനക്ഷതയൊക്കെ പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അവരെയൊക്കെ കൊല്ലപ്പെടുന്നത് ഈ അഭിമാന കൊലകളൊക്കെ നടന്നത് എന്തുകൊണ്ടാണ്? ഈ ശുദ്ധി എന്ന സങ്കല്പത്തിനാണ്. ശുദ്ധി, പവിത്രത എന്ന 5ാമത്തെ അടിസ്ഥാനത്തിൽ നിന്നാണ് വരുന്നത്. ആധുനിക സമൂഹവും പാരമ്പര്യ സമൂഹവും ധാർമ്മികതയുടെ ഈ 5 മാനസിക അടിത്തറകളെ പറഞ്ഞു കഴിഞ്ഞു. ഇതിനെ ഒരുപോലെയല്ല ആശ്രയിക്കുന്നതാണ് വിഷയം. ഒരു തുറന്ന സമൂഹത്തിൽ വ്യക്തിയാണ് സമൂഹത്തിൻ്റെ അടിസ്ഥാന ഏകകം, ബേസിക് സോഷ്യൽ യൂണിറ്റ്. ഇത്തരം കാണാം. ഇവിടെ വ്യക്തികളാണ്, ചലനാത്മകമായ വ്യക്തികളാണ് ഒരു ആധുനിക സമൂഹത്തിൻ്റെ, പാരമ്പര്യാനന്തര സമൂഹത്തിൻ്റെ കേന്ദ്രം, അതിൻ്റെ ബേസിക് സോഷ്യൽ യൂണിറ്റ്. എല്ലാ വ്യക്തികളും സ്വതന്ത്രരാണ്, തുല്യരാണ്. ഇഷ്ടാനുസരണമുള്ള വ്യക്തിവികാസത്തിനും ബന്ധരൂപീകരണത്തിനും വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇതാണ് ഒരു തുറന്ന സമൂഹത്തിൻ്റെ, ആധുനിക സമൂഹത്തിൻ്റെ, പാരമ്പര്യാനന്തര സമൂഹത്തിൻ്റെ മുദ്ര. മറ്റ് വ്യക്തികളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നത് മാത്രമാണ് ഇവിടെ തടയപ്പെടുന്നത്. പ്രധാനമായും നമ്മൾ പറഞ്ഞ 2 മാനസിക അനുകൂലനങ്ങളാണ് ഇവിടെ ആശ്രയിക്കുന്നത്. ഈ സഹാനുഭൂതിയും നീതിബോധവും എന്നതാണ് ജ്ഞാനോദയാനന്തര സമൂഹങ്ങൾ തങ്ങളുടെ സാമൂഹിക ധാർമ്മികതയെ അടിത്തറയായി സ്വീകരിക്കുന്നത്. മറ്റ് 3 നമ്മൾ പറഞ്ഞതും ഒരു തുറന്ന സമൂഹത്തിന് അനുയോജ്യമല്ലാത്ത പ്രവണതകൾക്ക് ജനിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ കാണിച്ചിരുന്നത് വളരെ പെട്ടെന്ന് തന്നെ കൈവിട്ടു പോകാൻ സാധ്യതയുള്ള അപകടകരമാവാവുന്ന പ്രവണതകളാണ് നമ്മൾ ഓരോരുത്തരും പേറുന്നത്. അതുകൊണ്ട് ഒരു ആധുനിക സമൂഹം ഈ 3 മാനസിക അടിത്തറകളെ വല്ലാതെ ആശ്രയിക്കാറില്ല. അടഞ്ഞ സമൂഹത്തിൻ്റെ സ്ഥിതി എന്താണ്? അതിൻ്റെ ബേസിക് സോഷ്യൽ യൂണിറ്റ്, അടിസ്ഥാന ഏകകം എന്നത് വ്യക്തിയല്ല, കുടുംബമാണ്. ഈ കുടുംബം എന്നതെന്താണ്? ഉച്ചനീചത്വ ബന്ധങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ കൃത്യമായ ഉച്ചനീചത്വമുണ്ട്. അച്ഛൻ, അമ്മ, മകൻ, മകൾ, ഇങ്ങനെ കൃത്യമായ ഉച്ചനീചത്വ ബന്ധമുണ്ട് അവിടെ. സമൂഹത്തിലെ മറ്റ് സ്ഥാപനങ്ങളൊക്കെയും ഈ കുടുംബത്തിൻ്റെ മാതൃകയിലാണ്, ഉച്ചനീചത്വ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സമൂഹത്തിൻ്റെ മാതൃക, സമൂഹത്തിലുള്ള മറ്റ് സ്ഥാപനങ്ങളൊക്കെ നിബന്ധിക്കപ്പെട്ടിരിക്കുന്നത്. ശക്തമായ ബന്ധങ്ങൾ, അടക്കി നിർത്തപ്പെടുന്ന ബന്ധങ്ങൾ. ഇവിടെ നമ്മൾ കണ്ട പോലെയല്ല, ഇവിടെ ഓരോന്നും പരസ്പര ബന്ധിതമാണ്. ഓരോ വ്യക്തിയാണ് ഈ ഓരോന്നും. ഈ വ്യക്തിയൊക്കെ പരസ്പരം ബന്ധപ്പെട്ട ലാറ്റൈസിനകത്ത് കിടക്കുകയാണ്, ബന്ധങ്ങളാണ്. ഒരാൾ അമ്മയാണ്, അച്ഛനാണ്, പെങ്ങളാണ്, മകളാണ്, മകനാണ്, ഇതൊക്കെയാണ്, വ്യക്തിയല്ല. അടഞ്ഞ സമൂഹത്തിൽ ആത്മാവിഷ്കാരത്തെക്കാൾ ആത്മനിയന്ത്രണമാണ് ബന്ധിക്കപ്പെടുക, അവകാശത്തെക്കാൾ കടമകളാണ് വിലപ്പെടുത്തുക. ഞാനിത് വായിച്ചു പോവുകയാണ്, സമയത്തിൻ്റെ ഒരു പ്രശ്നം. സ്വന്തം ഗ്രൂപ്പിനോടുള്ള കൂറ് അന്യ ഗ്രൂപ്പിനോടുള്ള കരുതലിനേക്കാൾ വിലമതിക്കപ്പെടുന്നു. സാമൂഹ്യ ധാർമ്മികത സൃഷ്ടിക്കായി കുലസ്നേഹം, വിധേയത്വം, ശുദ്ധിസങ്കല്പം, നമ്മൾ പറഞ്ഞ അപകടകരമാവാവുന്ന 3 മാനസിക അടിസ്ഥാനങ്ങളെ കൂടി, നമ്മളൊക്കെ പേറുന്ന ഈ മാനസിക അടിസ്ഥാനങ്ങളെ കൂടി ഗണ്യമായി അത് ഉപയോഗിക്കുന്നുണ്ട്. ഇതാണ് കലക്ടിവിസത്തിൻ്റെ രീതി. കലക്ടിവിസം, ഈ ഗോത്രീയതയുടെ രീതി. ഒരു വ്യക്തിയുടെ ജീവിതം എന്നത് ഇറ്റ്സ് അബ്സോർബ്ഡ് ഇൻ സസ്റ്റൈൻ ബൈ ദ ഗ്രൂപ്പ് മെമ്പർഷിപ്പ്. ഗോത്ര അംഗത്വമാണ് അതിൻ്റെ അടിസ്ഥാനം. ഒരു തേനീച്ച സമൂഹം പോലെയാണ് ഗോത്രീയ സമൂഹം. പാരമ്പര്യ സമൂഹം എന്നത് ഒരു തേനീച്ച സമൂഹമാണ്. ഈ വ്യക്തികൾ അവനവൻ്റെ സ്വധർമ്മ നിധനശ്രയ പരധർമ്മോ ഭയാവഹ, അവൻ്റെ പണി ചെയ്ത് അങ്ങനെ നിർണ്ണയിച്ചാൽ മതി. വ്യക്തിസത്ത, അതായത് അമ്മയായും പെങ്ങളായും ഒക്കെയാണ് വേഷം. സമഷ്ടിയിൽ അലിയുന്ന വ്യക്തിസത്തയില്ല അവിടെ, അത് മൊത്തം സമൂഹത്തിന് സത്തയില്ല. ഈ ഗോത്ര സത്തയേ ഉള്ളൂ. ഗോത്രത്തെ അംഗമാണ്. വ്യക്തിക്ക് ഉത്തരവാദിത്വമില്ല. വ്യക്തിയെ ഉത്തരവാദിത്തങ്ങളിൽ വിമുക്തനാക്കുന്ന ഒരു തേനീച്ച സമൂഹം നൽകുന്ന ഗോത്രാനുഭൂതി. ഇത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്, വിശദമായിട്ട് പോകുന്നില്ല. അതാണ് ജാഥകളിൽ പങ്കെടുക്കുമ്പോഴും ശബരിമലക്ക് പോകുമ്പോഴും ഒക്കെ അനുഭവിക്കുന്ന, അല്ലെങ്കിൽ മറ്റു മത തീർത്ഥാടനങ്ങളൊക്കെ അനുഭവിക്കുന്ന ആ അനുഭൂതി എന്നത് ഗോത്രാനുഭൂതിയാണ്. ഞാൻ ഈ വലിയ ഗോത്രത്തിൻ്റെ ഭാഗമാണ്, എനിക്കൊരു ഉത്തരവാദിത്വമില്ല, സ്വച്ഛന്തമായി ഇതിലൊരു കണ്ണിയാവുകയാണ്. അത് വലിയൊരു അനുഭൂതി തരുന്നുണ്ട്. കാരണം അങ്ങനെയാണ് നമ്മൾ ഒരുപാട് കാലം വളർന്നിട്ടുള്ളത്, ദശലക്ഷക്കണക്കിന് കാലങ്ങൾ നമ്മൾ പോന്നിട്ടുള്ളത്. ഇതാണ് മതങ്ങളുടെയും മതാത്മക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും മാവോയിസ്റ്റുകളുടെയും വലിയൊരു ആകർഷണം. അതിലിരിക്കുന്നവരെ സംബന്ധിച്ച്. പുറത്ത് അത് വളരെ ആക്രമണോത്സവമായിരിക്കുമ്പോഴും അകത്തുള്ളവർക്ക് അത് വലിയ സുരക്ഷിതത്വമാണ് നൽകുന്നത്. ഇങ്ങനെയൊരു സമൂഹമായിരുന്നു നമ്മുടേത്. വളരെ സ്ട്രാറ്റിഫൈഡായ തേനീച്ച പോലെ. ഇവിടെ തീട്ടം കോരുന്നവൻ എന്നും തീട്ടം കോരിക്കൊണ്ട് തന്നെ, ഭക്ഷണം കഴിക്കുന്നവൻ എന്നും പജിക്കണം ഭൂസുരരെ ഭുജിപ്പിക്കണം എന്നാണ് പറയുക ആട്ടക്കഥയിൽ, മനസ്സിലല്ലേ? അതാണ് പണി. പാചകം ചെയ്യുക, ബ്രാഹ്മണരെ ഭുജിപ്പിക്കുക, അങ്ങനെ ഒരു പണി. അപ്പോൾ അതവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കും, പൂജിക്കേണ്ടവർ പൂജിച്ചുകൊണ്ടിരിക്കും, ദൈവങ്ങൾ അവിടെ ഇരിക്കും. അപ്പോൾ അതിങ്ങനെ വളരെ പിരമിഡലായിട്ടുള്ള സ്ട്രക്ചറാണ്.
ഒരു തേനീച്ചക്കൂട് തലതിരിച്ച് വെച്ച പോലെയാണ്. ഇതാണ് ഇന്ത്യയിൽ നിന്നുള്ള പല സംഘങ്ങളുടെയും അടിസ്ഥാന ധാരണ. നമ്മുടെ 4 ജാതികൾ വിരാട് പുരുഷൻ്റെ അവയവങ്ങളാണ്, വളരെ ഓർഗാനിക്കാണ്. ശിരസും വയറും കാലുകളും തമ്മിൽ എങ്ങനെ സംഘർഷമുണ്ടാകും? അവർക്ക് ഒരേ താല്പര്യവും ഒരേ ഏകാത്മക സത്വവുമുള്ളതാണ്. ഇതാണ് RSSൻ്റെ പാഞ്ചജന്യയുടെ പത്രാധിപരായിരുന്ന ഇൻ്റഗ്രൽ ഹ്യൂമനിസ്റ്റിൻ്റെ ഉപജ്ഞാതാവായിരുന്ന ദീനദയാൽ ഉപാധ്യായയുടെ മനസ്സിലെ സമൂഹ സങ്കല്പം. അത് പുതിയ സങ്കല്പമല്ല, വളരെ പഴയ ഗോത്രീയ സങ്കല്പമാണ്. ഈ ഗോത്രീയ ധാർമ്മികതയാണ് സ്നേഹചുംബനവും. ഇതാണ് അവസാന ഭാഗം. ഇത് നമ്മുടെ ഇവിടെയുള്ള പോസ്റ്റാണ്. ഇതിൻ്റെ സംഘാടകരോടും ഇതിനെ അനുകൂലിക്കുന്നവരോടും ഒരു ചോദ്യം: സ്വന്തം അമ്മ, ഉമ്മ, മമ്മി, പെങ്ങൾ, ഭാര്യ, മകൾ ഇവരെയൊക്കെ അന്യർക്ക് ചുംബിക്കുന്നതിനായി മറൈൻ ഡ്രൈവിലേക്ക് പറഞ്ഞയക്കുമോ? ഇന്ത്യയുടെ മഹത്തായ സംസ്കാരത്തെ തകർക്കാൻ ഉപയോഗിക്കുന്ന ഇത്തരം തെമ്മാടിത്തരങ്ങൾക്കെതിരെ പ്രതികരിക്കുക. ഇതാണ് അവരുടെ മനസ്സിലെ സങ്കല്പം. അമ്മ, പെങ്ങൾ, ഭാര്യ, മകൾ, ഇങ്ങനെ മാത്രമേ ഒരു സത്തയുള്ളൂ, അല്ലാണ്ട് വ്യക്തി എന്നൊരു കാഴ്ചപ്പാടേയില്ല. ഇതാണ് അടിസ്ഥാനമായ പ്രശ്നം. എന്തുകൊണ്ട് ഇത് ഉണ്ടാവും എന്നുള്ളതിൻ്റെ ധാർമ്മികതയുടെ പ്രശ്നം ഇതാണ്. മറൈൻ ഡ്രൈവിൽ ചുംബിക്കാനെത്തിരെ തടയുമെന്നും കുടുംബത്തിൽ പിറന്ന, നമ്മൾ കണ്ടില്ലേ, അതാണ് കുടുംബത്തിൽ പിറന്ന അമ്മ പെങ്ങന്മാരെ കുറിച്ച് ഓർക്കുന്ന വ്യക്തികളെ കുറിച്ച് ഓർക്കാത്ത എന്നുകൂടെ നമുക്ക് അതിനോട് ചേർക്കാം. സംസ്കാര സമ്പന്നരായ ആങ്ങളമാർ. ഈ ആങ്ങളമാരാണ് ഐസിസിലെ ആങ്ങളമാർ. ഇതേ ആങ്ങളമാരാണ്. ഐസിസിനെയും വിളിച്ചത് ആങ്ങളമാർ എന്നാണ് വെച്ചത്. തടയാൻ പോവുകയാണെന്ന് കേൾക്കുന്നു. ഇതിന് മറുപടി നമ്മൾ ഏതൊരു സുഹൃത്ത് കഴിയാണ്, അദ്ദേഹത്തെ പേര് ഞാൻ ചേർക്കാൻ വിട്ടുപോയി. ഇവരൊക്കെ അന്യർക്ക് ചുംബിക്കുന്നതിനെ മറൈൻ ഡ്രൈവിലേക്ക് പറഞ്ഞേക്കുമോ എന്ന ചോദ്യത്തിന് ആധുനിക മനസ്സുള്ള ഒരാളുടെ ഉത്തരതാണ്: അമ്മയും പെങ്ങളും സവിശേഷ വ്യക്തികളല്ലെന്നും പുരുഷൻ മേച്ചു നടക്കുന്ന കൊണ്ടുവരാനും കൊണ്ടുപോകാനും പറ്റുന്ന ആട്ടിൻപറ്റങ്ങളാണെന്നും ആദ്യമേ ഉറപ്പിച്ച ശേഷമാണ് അവരെ ചുംബിക്കാൻ കൊണ്ടുവരുമോ എന്ന ചോദ്യം തിരുത്തുന്നത്. അവരാരെ ചുംബിക്കണമെന്നും ആരെ ചെകിട്ടത്തടിക്കണമെന്നും അവർ തീരുമാനിച്ചോളും എന്ന മറുപടി കേട്ടാൽ ചിലർക്ക് മനസ്സിലാവുകയില്ല. ഒരു പാർട്ടിയെക്കുറിച്ച് പറഞ്ഞാൽ അത് പറയുന്നില്ല, കാരണം എല്ലാ പാർട്ടിയും ഇതിൽ കണക്കാണ്. ഇവിടെ കോൺഗ്രസ് എന്നോ അല്ലെങ്കിൽ BJP എന്നോ അങ്ങനെ ഒരു വ്യത്യാസമില്ല. എല്ലാവരും ഒരേ പുരാതനമായ ധാർമ്മികതയാണ് വരുന്നത്. പരമ്പരാഗത സമൂഹത്തിലെ ധാർമ്മികതയാണ് വരുന്നത്. അത് നമ്മൾ കണ്ടല്ലോ. ചാനലുകളും ദേശീയ തലത്തിൽ ബദ്ധവൈരികളായ 2 ആൾക്കാരാണ് ഒരേ ഒരു കാര്യത്തിൽ കൊമ്പ് കോർക്കുന്നവർ ഇവിടെ കൈകോർക്കുകയാണ് ചെയ്യുന്നത്. ദേശീയ രാഷ്ട്രത്തിൽ കൊമ്പ് കോർക്കുന്നത് ഇവിടെ കൈകോർത്തതുള്ള. കാരണം മേൽപ്പറഞ്ഞ തീവ്ര വലത് സ്ഥാപനമായ കുടുംബമാണ് അവർ നിർമ്മിച്ചത്. അവിടെ പുരുഷൻ ചായ കൊണ്ടുപാടി എന്ന് അലറുമ്പോൾ ചായ കൊണ്ടുവന്ന് പേടിച്ച് നിൽക്കുന്ന അടിമയായിരുന്നു അമ്മയും പെങ്ങളും. ആ ജീവികൾ എവിടേക്കും കൊണ്ടുവരാനാവുന്ന ഉരുപ്പടികളാണ്. ആ സ്ഥാപനത്തിൽ ചേർന്ന മറുപടികളെ അവർക്ക് മനസ്സിലാവും. ഇതാണ് ഇതിൻ്റെ ധാർമ്മിക പ്രശ്നം. സ്വതന്ത്ര വ്യക്തികളല്ല, അമ്മയും പെങ്ങന്മാരുമാണ് സ്ത്രീകൾ ഇന്നും. അങ്ങനെ മാത്രമേ കാണാൻ പറ്റൂ. കേരളീയർ ഒരു തുറന്ന സമൂഹത്തിലേക്ക് നീങ്ങുമെന്ന ശുഭപ്രതീക്ഷ നിലനിന്ന കാലത്ത് 1962 52 കൊല്ലം മുമ്പ് ഇങ്ങനെ ഒരു പ്രതീക്ഷയുള്ളൊരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. ഇടശ്ശേരി എന്നൊരു കവി ശ്രീകൃഷ്ണ കഥയ്ക്ക് ഒരു സ്ത്രീപക്ഷ വായന നടത്തിയിട്ടുണ്ട്. ഞാൻ ജനിക്കുന്ന കാലത്ത് എഴുതിയ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ് ഇത്. എന്താ വെച്ചാൽ ശ്രീകൃഷ്ണൻ മധുരയിലേക്ക് പോയി രാജാവൊക്കെ ആയി തിരിച്ചു വരികയാണ്. വീണ്ടും അമ്പാടിയിലേക്ക് സന്ദർശനം നടത്തുന്നതായി വെറുതെ സങ്കല്പിക്കുകയാണ് കവി. ഇത് ഈ തുറന്ന സമൂഹത്തിലേക്കുള്ള വ്യക്തിത്വത്തിൻ്റെ പ്രയാണത്തിൻ്റെ സൂചനയാണ്. ആ ഒരു സന്ദർഭത്തിൽ നിബന്ധിക്കുകയാണ് ഇത് യഥാർത്ഥത്തിലുള്ളതല്ല. ഒരു മതഗ്രന്ഥത്തിൽ നമുക്കിത് കാണാൻ പറ്റില്ല. ഇത് ഒരു നവീന കവി, ഒരു ആധുനിക കവി അതിൽ വായിക്കുകയാണ്, ഒരു അതിവായന നടത്തുകയാണ്. അപ്പോൾ ഈ സൂതനോട് ഗോപികമാർ പറയാണ്, ഗോപികമാരപ്പോൾ അമ്പാടിയിലേക്ക് കൃഷ്ണൻ ഇങ്ങനെ ഈ രാജരഥത്തിൽ വരികയാണ്. അപ്പോൾ ഗോപികമാർ പറയാണ്: രാജരഥത്തെ പായിച്ചെത്തും സൂത നിർത്തിയതെന്തേ നീ, കാളിന്തിയിൽ നീരാടാൻ പോകും ഞങ്ങൾ ഗോപപ്പെണ്ണുങ്ങൾ, അമ്മയെ കാണാനായി പോവത്. അമ്മയെ കാണാനാണ് പോകുന്നത്. അമ്മയെ കാണാനായി പോവത് ചിരപ്രതീക്ഷിതനി ദേവൻ, താമസിപ്പിക്കരുതേ വെറുതെ ഞങ്ങളെ അറിയില്ലിദ്ദേഹം. അദ്ദേഹത്തിന് ഇപ്പോൾ അപരിചിതരായി കഴിഞ്ഞു. മുക്തമാക്കി ഒട്ടിട. ആ ലാറ്റൈസിങ്ങൾ ആലോചിക്കണം. ഈ ബന്ധങ്ങൾ ഇത് തകർക്കപ്പെടുകയാണ്. മുക്തമാക്കി ഒട്ടിട ഞങ്ങളുടെ ഭർത്തൃപുത്ര പിതൃബന്ധം, മാനുഷികത്വത്തിങ്കൽ നിന്നും ഉയർത്തുകയുണ്ടായൊരു ദേവൻ. അമ്മമാരല്ലരിയ സഹോദരിമാരല്ല അച്ചികളെല്ലാവർക്കും, അമ്മമാരല്ലരിയ സഹോദരിമാരല്ല അച്ചികളെല്ലാവർക്കും, അന്നു കാനന കേളീലോലകൾ ഞങ്ങളെ അറിയില്ലിദ്ദേഹം. ഇങ്ങനെയൊരു സാധ്യത, ഇങ്ങനെ അമ്മമാരും അച്ചികളും സഹോദരികളും അല്ലാതെ സ്ത്രീകൾക്ക് വ്യക്തികളായി നിൽക്കാൻ
ഈ കേരളത്തിൽ സാധിക്കുമെന്ന പ്രതീക്ഷ 1962 ഉണ്ടായിരുന്നതാണ്. ഇന്നും അതൊന്നും നടക്കുന്നില്ല, നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നത്. ഇവിടെ അമ്മമാരും ആങ്ങളമാരും ഈ കേരളപ്പിറവിയുടെ വേഷം ധരിച്ച് ഒരു രാഷ്ട്രീയ കക്ഷിയുടെ ബോർഡുമായി ഉമ്മക്കെതിരെ പ്രതിഷേധം, ചുംബനത്തിനെതിരെ പ്രതിഷേധമായി വരികയാണ്. ഈ ധാർമ്മിക രോഷത്തിന് അമ്മമാരുടെ പിന്തുണ, പെങ്ങന്മാരുടെ പിന്തുണ, അമ്മമാരും പെങ്ങന്മാരുമാണ്. എന്തുകൊണ്ടാണ് മോറൽ പോലീസിങ് വരുന്നത് എന്നാണ് അവസാന ഭാഗമാണ്. ഈ പരമ്പരാഗത സമൂഹങ്ങളിലും പാരമ്പര്യാനന്തര സമൂഹങ്ങളിൽ, പരമ്പരാനന്തര സമൂഹം നമുക്ക് ഗ്രാമം എന്ന് വേണം വിളിക്കാം, പാരമ്പര്യാനന്തര സമൂഹങ്ങളിൽ അതിനെ നഗരമെന്ന് വിളിക്കാം. ഇതിലെ ധാർമ്മിക വ്യവസ്ഥകൾ വ്യത്യസ്തമാണ്. നമ്മൾ പറഞ്ഞു തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, മറൈൻ ഡ്രൈവിലെ കിസ് ഓഫ് ലവ് എന്ന് പേരിട്ടിരിക്കുന്ന പരസ്യ ചുംബന കൂട്ടായ്മ ഞങ്ങൾ തടഞ്ഞിരിക്കും ജയ് ശ്രീറാം എന്ന് വരുന്നത്. എന്തുകൊണ്ടാണ് ഈ മോറൽ പോലീസിങ് എന്തുകൊണ്ട് വരുന്നു? അവരുടെ ധാർമ്മിക ലോകം വേറെയാണ്, അത് ആധുനികമല്ല. അതുകൊണ്ടാണ്. കാരണം ഒരു മോറൽ സിസ്റ്റം എന്നത്, ധാർമ്മിക വ്യവസ്ഥ എന്നത് നമ്മൾ പറഞ്ഞു, മൂല്യങ്ങൾ, സദ്ഗുണങ്ങൾ, മാനദണ്ഡങ്ങൾ, വഴക്കങ്ങൾ, തത്വബോധങ്ങൾ, സാമൂഹ്യ സ്ഥാപനങ്ങൾ, സാങ്കേതിക വിദ്യകൾ, ജീവി പരിണാമഗതിയിലൂടെ ലഭിച്ച മാനസിക അനുകൂലനങ്ങൾ എന്നിവയൊക്കെ പരസ്പര ബന്ധിതമായി പ്രവർത്തിക്കുന്ന ഒന്നാണ് ഒരു ധാർമ്മിക വ്യവസ്ഥ. അതാണ് മനുഷ്യ ഈ സാമൂഹ്യ ജീവിതം സാധ്യമാക്കുന്നത് എന്നാണ് ഹേറ്റ് പറയാം. ധാർമ്മിക വ്യവസ്ഥ തലക്കകത്തുമുണ്ട്, പുറത്തുമുണ്ട്. മസ്തിഷ്കത്തിലെ മാനസിക ഘടകങ്ങളുണ്ട്, പുറം ലോകത്തിലെ സാംസ്കാരിക ഉൽപ്പന്നങ്ങളുണ്ട്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ 5 എണ്ണം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതിൽ ഈ പാരമ്പര്യാനന്തര സമൂഹങ്ങൾ ആദ്യത്തെ 2 എണ്ണം മാത്രമേ സ്വീകരിക്കൂ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഔട്ട്സൈഡ് ഹൈഡ്, തലക്ക് പുറത്തുള്ള മസ്തിഷ്കത്തിന് പുറത്തുള്ള കൾച്ചറൽ പ്രൊഡക്ട്സ്, ഇതൊരു സ്വതന്ത്ര ലോകത്തിൽ എന്താണ്? പൂട്ടുകൾ, പോലീസ്, പിന്നെന്താണ് അതിലും പ്രധാനമായിട്ടുള്ളത്? നോംസ് ഓഫ് നോൺ ഇൻ്റർഫറൻസ് ആണ്. ഇടപെടാതിരിക്കുക എന്നുള്ളതാണ് അവിടെ. അപ്പോൾ ആൾക്കാർ ഇപ്പോൾ കുറേ പേർക്ക് ശരി ഇങ്ങനെ ഒന്ന് പോകണം തോന്നിയാൽ അത് വേറെ ഒരു ശല്യം ഇല്ലാത്തതുകൊണ്ട് അവർ ഇടപെടുന്നില്ല. ഇവിടെ പരസ്യമായി ചുംബിക്കുമ്പോൾ ഇവിടെ ഒരു പ്രശ്നമില്ല. അങ്ങനെ ഇടപെടാതിരിക്കാനാണ് ആ സമൂഹങ്ങളുടെ ആ രീതിയിലേക്ക് അവരുടെ ധാർമ്മികത വളർന്നു കഴിഞ്ഞു. നമ്മുടെ ഗോത്രീയമായ ബാധ്യതകളെ അവർ കൊഴിച്ചു കളഞ്ഞു കഴിഞ്ഞുള്ളതാണ്. ഇവിടെ ഇന്നും ഗോത്രീയമായ ബാധ്യതകൾ പേര് നടക്കുന്നത്. ഇവിടെ ഈ ഗേകൾ 2 പേര് ചുംബിക്കുമ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷേ അതിൽ ഇടപെടുന്നില്ല അവർ. അതാണ് ആ സമൂഹത്തിൻ്റെ രീതി. ഈ പരമ്പരാഗത സമൂഹങ്ങളിലെ, അതായത് സമുദായം എന്ന് പറയുന്നത്, ഗ്രാമം എന്ന് പറയുന്ന സ്ഥിതി വ്യത്യസ്തമാണ്. അവിടെ രക്തം കൊണ്ടും ദേശം കൊണ്ടും മനസ്സുകൊണ്ടും വിശ്വാസം കൊണ്ടും യോജിച്ചവരുടെ ഗ്രാമങ്ങളാണ്. അവിടെ ഈ അവസാനത്തെ 3 എണ്ണമുണ്ട്: സുഗോത്രം, കൂറ്, മേൽക്കോയ്മ, ശുദ്ധി, പവിത്രത. ഇതിനൊക്കെ ഒന്നടങ്കം അവർ സ്വീകരിക്കും. അപ്പോൾ എന്താണ്? ഇടപെട്ടാളിയെന്നുള്ള വീക്കാൻ പറഞ്ഞില്ല, ഇടപെട്ടാളിയെന്ന്. ഞാൻ ഇടപെട്ടാളി, എല്ലാവരും ഇടത്തിലും ഇടപെട്ടുക എന്നുള്ളതാണ്. അപ്പോൾ എന്ത് ധരിക്കണം, എന്ത് ചെയ്യണം, എന്ത് കഴിക്കണം, ഇതിലൊക്കെ സമൂഹം നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഈ സമൂഹങ്ങൾ നിലനിന്ന് പോന്നിട്ടുള്ളത്. ഈ ഗ്രാമ സമൂഹങ്ങൾ എന്ന് പറയാവുന്ന ഗോത്രീയ സമൂഹങ്ങളൊക്കെ ഇങ്ങനെ നില എല്ലാ കാര്യങ്ങളും, ഓരോ വ്യക്തിയുടെയും എന്ത് ധരിക്കണം, എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഇടപെട്ടുകൊണ്ടാണ് ഭൂതക്കണ്ണാടിയിലടിയാണ് ജീവിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇവിടെ ബ്രാഹ്മണന്മാർക്ക് മാത്രമുള്ള ഊട്ടുപുരകളും ഇങ്ങനെയാണ്. ഈ മോറൽ പോലീസിംഗ് ആണ് അവിടെ നടന്നു പോന്നിട്ടുള്ളത്. ഇതിൻ്റെ യഥാർത്ഥ സ്വഭാവം ഇങ്ങനെയാണത് എല്ലാ കാലവും വന്നിട്ടുള്ളത്. ഇതുപോലെയുള്ള മോറൽ പോലീസുകാരനായിരുന്നു ഓരോ ഗ്രാമീണ എന്ന് ഞാൻ പറയുന്നത് വിൻബാട്ടർ കോമാണ്, ഗ്രാമീണ രോമാഞ്ചം എന്ന് പറയരുത്, അങ്ങനെയല്ല. ഗോത്രീയ സ്വഭാവം മനസ്സിലുള്ള സമൂഹങ്ങളുടെ ഒക്കെ ഇതാണ്. അവിടെ മതിലുകളുണ്ടാക്കി. പക്ഷേ നമ്മൾ ഒരു മതിൽ പൊളിക്കുന്ന നേരത്തെ കണ്ടു, മനസ്സിലെ മതിലുകൾ പൊളിയാത്തത് കൊണ്ടാണ് ഇന്നും അപ്പർ കാസ്റ്റ് സ്റ്റുഡൻസ് ഭക്ഷണം കഴിക്കാതിരിക്കും, ദളിത് കുക്ക് ചെയ്താലുള്ളത്. നമ്മൾ മോറൽ പോലീസിങ് എന്തുകൊണ്ടാവുന്നു? നമ്മളിന്നും ഗ്രാമീണർ ആയതുകൊണ്ടാണ്. നമ്മുടെ മനസ്സുകൊണ്ട് ഇന്നും നമ്മൾ ഈ ഭരണഘടനയൊക്കെയുള്ള ആധുനികർ എന്ന് പറയുമെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മൾ ഗോത്രീയരാണ്. അതുകൊണ്ടാണ് പേരിൽ മാത്രം ആധുനികമായ സമൂഹമാണ് നമ്മുടേത്. നമ്മുടെ മാനസികവും മാനസികേതരവുമായ ധാർമ്മിക വ്യവസ്ഥകൾ ഇന്നും ഏറിയ കൂറും പരമ്പരാഗത സമൂഹത്തിലാണ്. വ്യക്തി സ്വാതന്ത്ര്യം എന്നത് കഷ്ടിച്ച നിയമപുസ്തകത്തെ ആളുകൾ മാത്രമാണ് നമുക്കുള്ളത്. വ്യക്തി സ്വാതന്ത്ര്യം എന്ന മൂല്യം തിരിച്ചറിയും നെഞ്ചേറ്റുകയും ചെയ്യാത്ത നാട്ടിൽ ഓരോ നാട്ടുകാരനും ഓരോ സദാചാര പോലീസാണ്. ഭയക്കേണ്ടിയിരിക്കുന്നു. ഗ്രാമങ്ങൾ നഗരങ്ങളെ വളയുമോ? ഡാർവിൻ പറയും, ഈ ഓരോ ഗോത്രങ്ങൾ മറ്റ് ഗോത്രങ്ങളെ കീഴടക്കുന്നത് അവരുടെ ധാർമ്മികത കൊണ്ടാണെന്ന് പറയും. ഏതാണ് ധാർമ്മികത? ആധുനിക ധാർമ്മികതയല്ല അത്. ഈ ധാർമ്മികതയല്ല, അത് ഗോത്രീയ ധാർമ്മികതയാണ്. ഇതിനെപ്പറ്റി ഇബിൻ ഖാൽദൂൻ എന്നൊരാൾ 14ാം നൂറ്റാണ്ടിലുള്ള അറബിയിൽ എഴുതിയിരുന്ന ഒരു ചരിത്രകാരൻ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഐകമത്യം കൊണ്ടാണ്. ഐകമത്യം എന്നുള്ളതാണ് ഈ ട്രൈബുകളുടെ കാര്യം. അപ്പോൾ അദ്ദേഹം കാണുന്നത് ആഫ്രിക്കയിലുള്ള പല വലിയ ചില ഗോത്രങ്ങളൊക്കെ വളർന്ന് ഒരു നഗരങ്ങളൊക്കെയായി നഗര ജീവിതമൊക്കെ ആകുമ്പോൾ മരുഭൂമിയിൽ നിന്ന് ചില ഗോത്രങ്ങൾ വരികയാണ്. അവർക്ക് ഐകമത്യമാണ് അവരുടെ ശക്തി. ആ ഗോത്രങ്ങളിതൊക്കെ അടിച്ചു നിരപ്പാക്കി അവിടെ വീണ്ടും ആ ഗോത്രങ്ങൾ സ്ഥാപിച്ച് കുറേ കാലം കഴിയുമ്പോൾ അവരും നഗരങ്ങളാവും. വേറെ ഗോത്രങ്ങൾ, ഐകമത്യമുള്ള പുതിയ ഗോത്രങ്ങൾ ഇവരെ നിരത്തും. ഇതിനെ പറ്റിയിട്ട് ഇബിൻ ഖാൽദൂൻ പറയുന്നത് അവർക്കുള്ള അസബിയ എന്നാണ് നമുക്ക് വാക്കുന്ന പ്രയോഗം. അസബിയ, ഐകമത്യം എന്ന ഗുണം, സോളിഡാരിറ്റി. ആ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോളിഡാരിറ്റി ഉള്ളതുകൊണ്ടാണ്.
സോളിഡാരിറ്റി. ഈ സോളിഡാരിറ്റിയുള്ള ഗ്രൂപ്പുകളാണ് മറ്റ് ഗ്രൂപ്പുകളെ കീഴടക്കി കൊണ്ടുവന്നത്. ഇബിൻ ഖാൽദൂൻ പറഞ്ഞ അസബിയ ഉണ്ടാക്കാൻ 2 തൂണുകളിൽ പറഞ്ഞ പണിത ആധുനിക ധാർമ്മികത പോരാ. അതിന് വേണ്ടത് ഗോത്രീയ ധാർമ്മികതയാണ്. രക്തസാക്ഷികളെയും ബലിദാനികളെയും നെഞ്ചേറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നുണ്ട്. രക്തസാക്ഷികളെയും ബലിദാനികളെയും നെഞ്ചേറ്റുന്ന കുലംകുത്തികളെയും വിശ്വാസഘാതകരെയും വകവരുത്തുന്ന ഗോത്രീയ ധാർമ്മികതയാണ് ഈ അസബിയ. ഗ്രാമങ്ങൾ നഗരങ്ങളെ വളയുന്നു, എന്നാൽ നാഗരികതയെ ഗോത്രീയത വളയുന്നു. ഇതാണ് ഐസിസ്. മികച്ച അസേബിയയുമായി മരുഭൂമിയിൽ നിന്ന് വരുന്ന പുതിയ ഗോത്രങ്ങൾ. ഇവരോട് യോജിക്കാൻ വേണ്ടി സഹോദരന്മാരോടൊപ്പം പോരാടാൻ ആളുകൾ ലോകത്ത് നിന്ന് ഒഴുകുന്നതാണ്. 15,000-ലധികം ആൾക്കാർ 80 രാജ്യങ്ങളിൽ നിന്ന് ഈ ആംഗ്ലമാരുടെ പോരാടാൻ പോയി വരുന്നവർ. ഇത് ദുസ്സൂചനയാവാം. ഇന്ത്യയിലായിരിക്കുന്ന ഗോത്രീയ രാഷ്ട്രീയത്തിൻ്റെ വൻ വിജയവും ലോകത്ത് പലയിടത്തും ഉയർന്നു വരുന്ന ശക്തമായ മതാധിഷ്ഠിത സൈനിക രാഷ്ട്രീയവും ഐസിസിൻ്റെ ഒക്കെ പേരുള്ളത് എങ്ങനെ വിലയിരുത്താം? മികച്ച അസേബിയ ഐകമത്യം ഉള്ള അതെന്തുകൊണ്ടാണ്? ഈ 5 അവർക്കുണ്ട്. ഈ 5 പഴയ പുരാതനമായ ധാർമ്മിക ബോധങ്ങളും പുലർത്തുന്ന പ്രാക്തന ഗോത്രീയ ധാർമ്മിക ബോധം പുലർത്തുന്ന ഐകമത്യമുള്ള പഴയകാലത്തിൻ്റെ ശക്തികളാണ് ഇവരൊക്കെയും. ഈ മികച്ച അസേബിയുള്ള പാരമ്പര്യ സമൂഹ സംഘങ്ങൾ ആധുനിക സമൂഹത്തിന് മേൽ നേടുന്ന വിജയമാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. ഈ വിജയങ്ങളൊക്കെ ഓർക്കുക. മനുഷ്യചരിത്രം എന്നത് അനിവാര്യമായ ചരിത്ര നിയമങ്ങളനുസരിച്ച് മുന്നോട്ട് മാത്രം നീങ്ങുന്ന ഒന്നല്ല. ഒരു ഇരുണ്ട യുഗത്തിലേക്ക് തിരിച്ചു പോകുക എന്നത് തീർത്തും സംഭാവ്യമാണ്. സമൂഹത്തിൻ്റെ ചിന്താരീതി മാറ്റുക, ജനാധിപത്യത്തിന് യോഗ്യരായ വ്യക്തികളുടെ സ്വന്തമായി ചിന്തിക്കാൻ ധൈര്യപ്പെടുന്ന ഒരു സമൂഹം സൃഷ്ടിക്കുക എന്നത് മാത്രമാണ് ഇന്ത്യൻ അവസ്ഥയിലുള്ള പരിഹാരം. നന്ദി, നമസ്കാരം. കൂടുതൽ സമയമെടുത്ത് എന്നോട് ക്ഷമിക്കുക. സോറി.